ഞാൻ മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന 2 വേദഭാഗങ്ങൾ അതിനാധാരമായി നാം ഇവിടെ വായിക്കുന്നുണ്ട്. തമിഴിൽ അത് വായിക്കും, മലയാളത്തിൽ ഞാൻ പറയും. ആമേൻ. 2 വേദഭാഗങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10ഉം 14ഉം വാക്യങ്ങളും, എബ്രായ ലേഖനം 9-ാം അധ്യായം 27ഉം 28ഉം വാക്യങ്ങളാണ് നാം വായിച്ചു കേൾക്കാൻ പോകുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10, 14 വാക്യങ്ങൾ, എബ്രായ ലേഖനം 9-ാം അധ്യായം 27, 28 വാക്യങ്ങൾ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, അവൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? സമുദ്രത്തിലെ വെള്ളം. 14-ാം വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മതി. എബ്രായ ലേഖനം 9-ാം അധ്യായം 27, 28 വാക്യങ്ങൾ. എൻ്റെ മൈക്കിൽ കൂടെ വായിക്കുമോ പ്ലീസ്? அன்றியும் ஒரே தரம் மரிப்பதும் பின்பு நியாய தீர்ப்படைவதும் மனுஷனுக்கு நியமிக்கப்பட்டிருக்கிறபடியே கிறிஸ்துவும் அநேகருடைய பாவங்களை சுமந்து தீர்க்கும்படிக்கு ஒரே தரம் பலியிடப்பட்டு தமக்காக காத்து கொண்டிருக்கிறவர்களுக்கு ரட்சிப்பை அருளும்படி 2ஆம் தரம் பாவம் இல்லாமல் தரிசனமாவார். ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. നൂറ്റാണ്ട് മുതൽ, അഥവാ മനുഷ്യൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ, നമുക്കറിയാം ഒരേ ഒരു മനുഷ്യനിൽ നിന്നാണ് സകല മനുഷ്യജാതിയുടെയും ജന്മമുണ്ടായിരിക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദമും ഹവ്വയും, അവിടെ മുതലാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി ആരംഭിക്കുന്നത്. അന്ന് മുതൽ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം ഇന്ന് രാത്രി ഇവിടെ വായിച്ചു കേട്ടത്. മനുഷ്യൻ മരിച്ചാൽ അവൻ എവിടേക്കാണ് പോകുന്നത്? 10-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിച്ചത്. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? 2ാമത്തെ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? പഴയ നിയമത്തിൽ ഇതിനൊരു മറുപടി ആരും പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിലാണ് ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി മനുഷ്യനുണ്ട്. 2, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഈ 2 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ രാത്രി ഞാൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ച്, മനുഷ്യന് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് ഓർപ്പിച്ചതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് അല്പം കൂടെ എളുപ്പമുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് മരിക്കുവാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, എന്നേക്കും ജീവിച്ച് ദൈവത്തോടു കൂടെ ഇരിക്കേണ്ടതിന്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നാം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വായിക്കുന്നത്, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ ആകാശത്തിലുള്ള പർവ്വജാതികളെയും ഭൂമിയിലുള്ള മൃഗങ്ങളെയും ഇഴജാതികളെയും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെയും അടക്കി വാഴട്ടെ. എന്നിട്ട് യഹോവയായ ദൈവം അവർക്കൊരു അനുഗ്രഹം നൽകുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുവീൻ, നിറഞ്ഞ് കവിയുവീൻ എന്നാണ് ദൈവം അരുളി ചെയ്തത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മരണം എന്നൊരു പ്രതിഭാസം ഭൂമിയിലില്ല. പിന്നെ എങ്ങനെയാണ് മരണം ഭൂമിയിലേക്ക് വന്നത്? നമുക്കറിയാം, ലോകത്തിലെ എല്ലാ മനുഷ്യനും ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഭയപ്പാടുള്ള ഒരു വിഷയമാണ് മരണം എന്നുള്ളത്. മരണം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം യുദ്ധം തീർന്നു എന്നാണ്. രണാങ്കണത്തിൽ രണം തീർന്നു, അഥവാ യുദ്ധം സമാപിച്ചു എന്നാണ്. മരണത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ടത്,
മരണം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് വന്നു ചേർന്നത്. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു, യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം, ഉണ്ടാക്കിയ ശേഷം അവനെ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നാക്കി. എവിടെ വെച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിന് ഉത്തരം വേദപുസ്തകത്തിനില്ല. വേദപുസ്തകത്തിന് ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം സകല ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ വേദപുസ്തകം തുനിഞ്ഞാൽ നമ്മൾ ഈ വേദപുസ്തകം കയ്യിൽ ചുമന്നുകൊണ്ട് വരാൻ കഴിയത്തില്ല. ഒരു ലോറിയൊക്കെ വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളുടെ അറിവ്, നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന അറിവ് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുള്ളൂ. ലോകത്തിൻ്റെ എല്ലാ ചരിത്രവും, മനുഷ്യൻ്റെ എല്ലാ ചരിത്രവും പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് മനുഷ്യർ? നമുക്കറിയാം, വേദപുസ്തകത്തിൽ നിത്യതയെ സംബന്ധിച്ച് വാക്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ നിത്യതയെക്കുറിച്ചുള്ള കാര്യം അവർക്ക് അറിയണ്ട. ചില ആളുകൾക്ക് അറിയേണ്ട കയ്യിന് ഭാര്യ എവിടുന്ന് കിട്ടിയെന്ന. ഇവന് ഭാര്യ എവിടുന്ന് കിട്ടിയെന്ന് പോലും അവൻ അറിയത്തില്ല. അപ്പോഴാണ് കയ്യിൻ്റെ ഭാര്യയെ തപ്പി നടക്കുക. നമ്മുടെ ആളുകളുടെ ഒരു വല്ലാത്ത പ്രവണതയാണ്. എന്താണെന്നറിയത്തില്ല. ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ സ്തോത്രം, പുരുഷന്മാര് സ്ത്രീകൾ എന്ന് പറയുന്നത് ദൂതനാണോ മനുഷ്യനാണോ തർക്കം നടക്കുകയാണ്. മനുഷ്യൻ, ദൈവപുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരുടെ അടുക്കൽ ചെയ്യുന്നു. ഈ ദൈവപുത്രന്മാരാരാണ്? ഇതാ പലരുടെയും തർക്കം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരാണ്? ഇതാ നമുക്കറിയേണ്ടത്. ഇപ്പോൾ ചില ആളുകളുടെ പ്രസംഗം കേട്ടാൽ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ അവർക്ക് അറിയേണ്ടത്. അത് തീരുന്നതാണ് അവരുടെ പ്രശ്നം. ഇസ്രയേൽ ദേവാലയം യെരുശലേമിൽ പണിയുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അമേരിക്ക യുദ്ധം ഇറാനോട് ചെയ്യുമോ? അതാണ് അടുത്ത പ്രശ്നം. ഇപ്പം നമ്മുടെ പ്രസംഗീയന്മാർക്ക് വേദപുസ്തകത്തിനെ ഒന്നും പറയാനില്ല. അവർക്കറിയേണ്ടത് പലസ്തീൻ യുദ്ധം എന്ന് അവസാനിക്കും, ഉക്രൈൻ യുദ്ധത്തിൻ്റെ അവസാനം എന്ത്. ചിലർക്കറിയേണ്ടത് അതിനല്ല, കോവിഡിന് ശേഷം എന്താണ് നമ്മുടെ സ്ഥിതി, ചൈനയ്ക്ക് എന്ത് ഭവിക്കും, അമേരിക്ക തകരുമോ? ഇതൊക്കെയാണ് ചിലർക്ക് അറിയേണ്ടത്. ഇത് തകർന്നാലും ഇല്ലെങ്കിലും, ഉക്രൈൻ യുദ്ധം അവസാനിച്ചാലും ഇല്ലെങ്കിലും, യെരുശലേമിൽ ആലയം പണിതാലും ഇല്ലെങ്കിലും യേശു വരും. അത് നിശ്ചയമാണെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തീരുവോ തീരാതിരിക്കുവോ, ഈ ലോകത്തിന് എന്ത് ഭവിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഇന്ന് രാത്രി നമ്മുടെ മരണം സംഭവിച്ചാൽ, ഇന്ന് രാത്രി യേശുവിൻ്റെ വരവ് സംഭവിച്ചാൽ നമ്മുടെ നിത്യത എവിടെ ആയിരിക്കുമെന്നാണ് ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ടത്. ആമേൻ. അത് കേൾക്കാൻ വലിയ സന്തോഷമൊന്നും നിങ്ങളുടെ മുഖത്തില്ലെന്ന് എനിക്കറിയാം. മരിക്കാൻ ലോകത്തിൽ ആർക്കും ആഗ്രഹമില്ല. സ്തോത്രം. എനിക്ക് 100 വയസ്സ് കഴിഞ്ഞ ഈ ജനുവരി മാസത്തിൽ 100 വയസ്സ് പൂർത്തിയായ ഒരമ്മ എനിക്കുണ്ട്. എൻ്റെ അമ്മയുടെ ഈ അടുത്ത കാലത്തെ ഒക്കെ പരാതി, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിലൊന്ന് കാണാറെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലുന്ന വല്ലപ്പോഴുമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വരവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യയോട് ചോദിക്കും, മോൻ എപ്പോഴാണ് വരുന്നത്. അപ്പം അവൾ സമയം പറയത്തില്ല, കാരണം ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാൻ. ഉടനെ വരും അമ്മച്ചി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പ്രധാന വാതിലിലേക്ക് നോക്കിയാണ് കിടക്കുന്നത്. അപ്പോൾ താൻ കിടക്കുന്ന മുറിയിൽ നോക്കിയാൽ എൻ്റെ പ്രധാന വാതിൽ കാണാം. ആ നിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഒരു അല്പസമയം ഇരിക്കാൻ അവസരം കണ്ടെത്തുമ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയുടെയും ഉത്തരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉത്തരം എല്ലാം കിട്ടത്തില്ല. ഏലിയാവിന് ഇന്ന് വരെ ഒരു പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയിട്ടില്ല. എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ പ്രാണനെ എടുക്കണമെന്ന് പുള്ളി പറഞ്ഞു. ഇതുവരെ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ചില ആളുകളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് എല്ലാം മറുപടി കിട്ടിയെന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, ഏലിയാവിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, എന്തുവാ പ്രാർത്ഥനയ്ക്ക് കിട്ടാത്ത മറുപടി? അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി, എന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിക്കുന്നില്ലെന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് സന്തോഷം വരാനായിട്ട് ഇച്ചിരി രസകരമായിട്ടൊരു കാര്യം പറഞ്ഞു. അമ്മ പത്രമൊന്നും വായിക്കുന്നില്ലെന്ന് ചോദിച്ചു. എന്നെക്കാട്ടി കണ്ണിന് കാഴ്ചയുണ്ട്, കണ്ണാടിയൊന്നും വേണ്ട. അപ്പോൾ പത്രം വായിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വലിയ അക്ഷരമൊക്കെ ചുമ്മാ നോക്കും, പത്രത്തിലൊന്നും ഇല്ല മോനെ, ചുമ്മാതെ ഒന്ന് നോക്കും, ഹെഡിങ് മാത്രം വായിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചെറിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്ന അമ്മച്ചി കാണാഞ്ഞിട്ടാ 50 വയസ്സിന് താഴെയുള്ളവരുടെ വിസയെ ഇപ്പോൾ അടിക്കുന്നുള്ളെന്ന് പറഞ്ഞു. നിങ്ങൾ പത്രം എടുത്ത് നോക്കിക്കേ,
50 വയസ്സിന് താഴെയുള്ളവരാ മൊത്തം. 32, 38, 24, 18 മിണ്ടുന്നില്ല. ചിലർക്ക് പേടി വരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ 50 വയസ്സിന് താഴെയുള്ളവരുടെ വിസയെ ഇപ്പോൾ അടിക്കുന്നുള്ളൂ. അമ്മ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ 50-ന് മുകളിലുള്ളവരെ അടിക്കുന്നുള്ളൂ. അമ്മയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്യൂവിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മളെല്ലാം ഈ ക്യൂവിലാണെന്ന് മറക്കണ്ട. ആമേ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊള്ളാം. എപ്പോഴാ ക്യൂവിൽ നമ്മൾ അറ്റത്ത് ചെല്ലുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, മരിക്കാൻ സകല മനുഷ്യർക്കും ഭയമാണ്. എത്ര നാൾ ജീവിച്ചിരുന്നാലും മരണം എന്നുള്ളത് മനുഷ്യന് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ആമേ മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ രക്ഷിച്ചു. അപ്പം മരണമെന്നുള്ളത് ഒരു ഭീതി ജനിപ്പിക്കുന്ന വിഷയമാണ്. മരണമെന്നുള്ളത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ നമുക്ക് ഇന്ന് രാത്രി ഒരു പ്രത്യാശയുള്ളത് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്നുള്ള പ്രത്യാശയാണ്. മനുഷ്യനിലേക്ക് മരണം വന്ന വഴി ഞാൻ ആരംഭത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ പൂങ്കാവനത്തിൽ കൊണ്ടാക്കി. അവനോട് ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം യഥേഷ്ടം നിങ്ങൾക്ക് തിന്നാം. തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം. ആ ചുമന്ന ബെന്യൻ രണ്ടെണ്ണത്തിനെ വിളിച്ചേ. അവിടെ ഇവിടെ 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 അവിടെ എന്തുവാ അവിടെ കച്ചവടം നടക്കുന്നല്ലോ. കൈ നോക്കി ഭാഗ്യം പറയുകയാണോ? എടാ, ഞാനിവിടെ വലിയ വർത്താനം പറയുക, നിങ്ങൾ എന്നെ ഇവിടെ കൊച്ചു വർത്താനം പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. എൻ്റെ കണ്ണ് എല്ലായിടത്തും ചെല്ലും. ഞാൻ നോക്കിയപ്പോൾ അവിടെ അവർ വേറെ പ്രസംഗം നടത്തുന്നു. എന്നാൽ പിന്നെ മൈക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. നിവർന്നിരുന്നേ, നിവർന്നിരുന്നേ. ആ, നിവർന്നിരി. ആ, ഇവിടെ ഒരു അഭ്യാസവും നടക്കുകയില്ല മക്കളെ. ദൈവസേനി വന്നിച്ചു കച്ചു പരിപാടിയൊന്നും നടക്കുകയില്ല. ശ്രദ്ധിച്ചിരിക്കണം. മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം. എന്നാൽ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. 2 വൃക്ഷങ്ങൾ. 2 വൃക്ഷത്തിൻ്റെ പേര്: ഒന്ന് ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം, 2 നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. ജീവന്റെ വൃക്ഷഫലവും വേണമെങ്കിൽ നിങ്ങൾക്ക് തിന്നാം. പക്ഷെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം നിങ്ങൾ തിന്നരുത്, അരുത്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം എന്ന് പറയുന്നത് അരുതുകളുടെ പുസ്തകമാണ്. അതുകൊണ്ടാണ് ചിലർക്ക് ഈ പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ലാത്ത. ചിലര് തുടർമാനമായിട്ട് പുസ്തകം വായിക്കുന്ന ആളുകളുണ്ട്. ചില ഭാഗം വരുമ്പോൾ അവർ മറിച്ച് കളയും. കാരണം അവരോട് സംസാരിക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടിട്ടോ? ഈ ഞായറാഴ്ചയൊക്കെ പള്ളി സാക്ഷ്യം പറയുന്ന ആളുകളെ കേട്ടിട്ടില്ലേ? ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. എല്ലാ ആഴ്ചയും സാക്ഷ്യം പറയുന്നവർ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച എന്നെ സന്തോഷിപ്പിച്ച വാക്യം വായിച്ചുകൊണ്ടിരിക്കാൻ പോവാന്ന്. ഇത്രയും കാലം ഈ 66 പുസ്തകം വായിച്ചിട്ട് നിന്നെ കുത്തിയ ഒരു വാക്യം നീ കണ്ടില്ലേ? നിന്നോട് ഇടപെട്ട ഒരു വാക്യം, നിനക്ക് മാനസാന്തരം വരുത്തിയ ഒരു വാക്യം, നിനക്ക് ദുഃഖം വരുത്തിയ ഒരു വാക്യം, നിന്റെ പാപത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞൊരു വാക്യം ഇതുവരെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തിന് എന്തോ തകരാറുണ്ട്. സന്തോഷിപ്പിച്ച വാക്യം. അത് സന്തോഷിപ്പിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഞായറാഴ്ച പാസ്റ്റർ സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ ആ സന്തോഷം പോയി കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാ ആഴ്ചയും ഒരു സങ്കീർത്തനം വായിക്കും. കാരണം വിശ്വാസികൾക്കൊന്ന് സന്തോഷം വന്നോട്ടെ എന്ന് വിചാരിച്ച. സാക്ഷ്യം പറയാനൊരു വാക്യം വേണ്ടേ? വായിച്ച സങ്കീർത്തനം, ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസം വായിച്ച സങ്കീർത്തനം എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചു. ഈയൊടി ഒരാഴ്ച മൊത്തം കിട്ടിയിട്ട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യവും സന്തോഷിപ്പിക്കാതെ അന്ന് വായിച്ച 55-ാം സങ്കീർത്തനം മാത്രം സന്തോഷിപ്പിച്ചെങ്കിൽ നിനക്കെന്തോ കുഴപ്പമുണ്ട്. നാളെ യോഗത്തിന് ആൾ കുറയുമെന്നാ തോന്നുന്നു. ഇതിൻ്റെ ബാക്കി നാളെ പകലുണ്ട്, പേടിക്കണ്ട. അപ്പം ശ്രദ്ധിക്കണം ദൈവമക്കളെ, സന്തോഷിപ്പിക്കാൻ മാത്രമുള്ളതല്ല വേദപുസ്തകം. നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിനക്ക് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വേദപുസ്തകത്തിനകത്തുള്ളത്. അവരോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ആദ്യമായി മരണമെന്ന പദം അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് മരണം വന്നത്? ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം കൊടുത്ത പ്രമാണം മനുഷ്യൻ ലംഘിച്ചു. ശ്രദ്ധിക്കൂ സ്നേഹിത, നീ മരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കാനല്ല, എന്നേക്കും ദൈവത്തോടു കൂടെ ജീവിച്ചിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടു പോയ മനുഷ്യനെ
അവൻ പാപം ചെയ്തപ്പോൾ, അവൻ കൽപ്പന ലംഘിച്ചപ്പോൾ, അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ മനുഷ്യൻ സ്വയം തിരഞ്ഞെടുത്തതാണ്, അവൻ ചോദിച്ചു വാങ്ങിയതാണ് മരണമെന്ന പ്രക്രിയ. ആമേൻ. ആ മരണത്തെക്കുറിച്ച് അന്ന് മുതൽ മനുഷ്യന്റെ ഉള്ളിലൊരു ആശങ്കയുണ്ട്. മരണത്തെക്കുറിച്ച് ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുകയും ചെയ്യുന്ന കാലം വരും. ശ്രദ്ധിക്കൂ, ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിൽ, ഞങ്ങളുടെ കേരളത്തിൽ ഒരു കോടീശ്വരനായ മനുഷ്യൻ മരിച്ചു, ആത്മഹത്യ ചെയ്തു. 12 റോൾസ് റോയ്സ് കാറുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ 40-ലധികം കാറുകളാണ് തൻ്റെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ തൻ്റെ കാർ പോർച്ചിൽ കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വന്തമായി വിമാനമുണ്ടായിരുന്ന മനുഷ്യൻ, കോടാനുകോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യൻ. നമ്മുടെ ചില ആളുകളുടെ പ്രശ്നം, പണമുണ്ടെങ്കിൽ എല്ലാം ആയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, സൗന്ദര്യമുണ്ടെങ്കിൽ എല്ലാം ആയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, വിദ്യാഭ്യാസമായെങ്കിൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവിടെ ലോകത്തിൽ മരിച്ചവരിൽ പ്രമുഖർ, ലോകത്തിൽ മരിച്ചവർ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തവർ ദരിദ്രന്മാരല്ല. ഏറ്റവും കൂടുതൽ മരിച്ചത് വിദ്യാഭ്യാസമില്ലാത്തവരല്ല, വിദ്യാസമ്പന്നരായവർ, കോടീശ്വരന്മാരായവർ, സൗന്ദര്യധാമങ്ങളായവർ, അനേകരെ തങ്ങളുടെ സൗന്ദര്യം കൊണ്ട് ത്രസിപ്പിച്ചവരൊക്കെ ഒരു മുഴം കയറിലോ, ഒരു കുപ്പി വിഷത്തിലോ, ഒരു റെയിൽവേ പാളത്തിലോ, ഒരു കിണറ്റിലോ, ഒരാറ്റിലോ, ഒരു തോട്ടിലോ ഒക്കെ ജീവിതം ഹോമിക്കേണ്ടി വന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, മരണം എന്നുള്ളത് ഏതു നിമിഷവും ഏതു മനുഷ്യനെയും എത്തിപ്പിടിക്കുന്നതൊന്നാണ്. ചില ആളുകളുടെ നടപ്പും ചില ആളുകളുടെയൊക്കെ പോക്കും വരവും കണ്ടാൽ അവരായുസിൽ മരിക്കുകയില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ, ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ, ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, ഒരു ദുർദിവസം നിനക്ക് വരും, ജീവിക്കാൻ എനിക്കിഷ്ടമില്ലെന്ന് നീ പറയുന്ന നാൾ വരും. ഇപ്പം ആളുകൾ, കൊച്ചുങ്ങള് 10 വയസ്സുകാരൻ മരിക്കുന്നു, 12 വയസ്സുകാരൻ എങ്ങനെ തൂങ്ങി മരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകും. ഈ 12 വയസ്സുകാരൻ എങ്ങനെ തൂങ്ങാൻ പഠിച്ചു? മിണ്ടുന്നില്ല. 12 വയസ്സുകാരൻ തൂങ്ങി മരിച്ചത് നിങ്ങൾ കേട്ടില്ലല്ലേ? കേട്ടു. എന്താ കാര്യം? അമ്മ മൊബൈൽ ഫോൺ കൊടുത്തില്ല. എന്നാൽ പിന്നെ ജീവിതം വേണ്ട, ചത്തേക്കാവുന്നു. അവർ മരിക്കുന്ന നല്ലതെന്നാണ് എൻ്റെ ചിന്ത. കാരണം കുറേ നാളൂടെ ജീവിച്ചിരുന്നാൽ നാട്ടുകാർക്ക് ഇപ്പം വലിയ പ്രശ്നമാകും. ഒരു ദിവസം മുമ്പേ മരിച്ചെങ്കിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. പാസ്റ്റർക്ക് അങ്ങനെ പറയാം, പാസ്റ്ററുടേതല്ലല്ലോ. പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തണം. 8ഉം പൊട്ടും തിരിയാത്ത മുട്ടക്കൊച്ചുങ്ങൾക്ക് 2ഉം 3ഉം മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തേച്ച് ചത്തെന്ന് പറഞ്ഞാൽ ചത്തത് തന്നെ. നിന്നോട് ആര് പറഞ്ഞു വേണ്ടാതിനും കാണിക്കാൻ? ഈ 10ലും 11ലും 8ലും 9ലും 7ലും പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാ മൊബൈൽ ഫോൺ? ഇവരെന്നാ പ്രധാനമന്ത്രിയെ വിളിക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? അതോ അമേരിക്കൻ പ്രസിഡന്റ് അവരെ വിളിച്ച് ചോദിച്ചാന്നോ യുദ്ധം തുടങ്ങുന്നത്? എന്തിനാ നിന്റെ മക്കൾക്ക് മൊബൈൽ ഫോൺ? എന്തിനാ ഫോണെന്ന് എന്നോട് പറ. നിങ്ങളുടെ വീട്ടിലെ പകുതി പ്രശ്നം തീരാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലെ പകുതി പ്രശ്നം തീരാൻ ഒരു വഴി, വീട്ടിൽ മൊബൈൽ ഉള്ളവരെല്ലാം വീട്ടിൽ വരുമ്പോൾ ഡൈനിങ് ടേബിൾ മൊബൈൽ വെക്കുക. പാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയാം, നടക്കുന്ന കാര്യമല്ലോ ആണോ? ഡൈനിങ് ടേബിളിൽ വെക്കണം. അതിന് നമ്മുടെ പിള്ളേരുടെ ഫോൺ മണിയടിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ പിള്ളേരുടെ ഫോൺ വിറയ്ക്കത്തല്ലേ ഉള്ളൂ. സഭായോഗത്തിൻ്റെ ഇടയ്ക്കും ചില അണ്ണന്മാർ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ടോ? അടിക്കിടന്ന് വിറച്ചതാ ചില പുള്ളികൾ. മൂത്രം ഒഴിക്കാൻ പോയതല്ല, വിറച്ചുകൊണ്ട് പോയതാ. മനസ്സിലാകുന്നില്ലേ? ഒരെണ്ണം ഈ സാധനം കൊണ്ട് നാളെ ഇങ്ങോട്ട് വന്നേക്കരുത്. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ശ്രദ്ധിക്കൂ, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ വീട്ടിനകത്ത് താമസിക്കുന്നിടത്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം പ്രിയരെ, നമ്മുടെ മൊബൈൽ ഫോൺ ഡൈനിങ് ടേബിൾ വെക്കുക. ബെല്ലടിക്കുമ്പോൾ ഏറ്റവും അടുത്ത ആരാണോ നിൽക്കുന്നത്, ആരുടെ ഫോണാണെങ്കിലും അറ്റൻഡ് ചെയ്യുക. സംഭവിക്കുമോ? അങ്ങനെ വന്നാൽ പകുതി പ്രശ്നം നിങ്ങളുടെ തീരും. അത് ഭർത്താവുള്ളപ്പം ഭാര്യയുടെ ഫോൺ അലമാരിക്ക് ചുരിദാറിനിടയ്ക്കാ, അത് സൈലന്റ് മൂഡിലാ. വീട്ടിൽ വരുമ്പം ഭർത്താവിൻ്റെ ഫോണ് റേഞ്ച് ഇല്ല, അങ്ങ് റോഡേൽ ഇറങ്ങിയെങ്കിലേ റേഞ്ച് കിട്ടുകയുള്ളൂ. ഹലോ ഹലോ എന്നും പറഞ്ഞ് പുള്ളി നടന്നു പോകുന്ന കണ്ടിട്ടുണ്ടോ? അകത്ത് റേഞ്ച് ഇല്ല. ഇവിടെ വേറൊരു ടവർ ഉള്ളത് കൊണ്ട് റേഞ്ച് പിടിക്കുകയല്ല. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. മനസ്സിലായോ? അപ്പം ഇതാ നമ്മുടെ പ്രശ്നം. അപ്പം മരണം ഒന്നിനും ഒരു പരിഹാര മാർഗമല്ല. അമ്മ വഴക്ക് പറഞ്ഞതുകൊണ്ട്
ഇഷ്ടപ്പെട്ടത് ചോദിച്ചത് വാങ്ങിച്ചു തരാത്തത് കൊണ്ട്, മൊബൈൽ കാണാൻ അനുവദിക്കാത്തത് കൊണ്ട്, സീരിയൽ കാണാൻ അനുവദിക്കാത്തത് കൊണ്ട്, ക്രിക്കറ്റ് കളി കാണാൻ അനുവദിക്കാത്തത് കൊണ്ട്, സൈക്കിൾ വാങ്ങിച്ചു തരാത്തത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഇന്നത്തെ ചെറിയ തലമുറ പോലും ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ ഇത് വല്ലാത്തൊരു പ്രതിഭാസമാണെന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കൾ ചിന്തിക്കണം. മക്കളെ സ്നേഹിക്കുന്നത് അവരാവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുമ്പോഴല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്കൊരു ശവക്കുഴി തോണ്ടുകയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. മക്കൾ ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കും, പക്ഷേ എന്തു വേണമെന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ്. മക്കളെ സ്നേഹിക്കുന്നത് എല്ലാം കൊടുത്തിട്ടല്ല, വിവേചിച്ചറിയേണ്ടത് ആവശ്യമുള്ളത് മാത്രമേ മക്കൾക്ക് കൊടുക്കാവൂ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കരുത്. പണ്ടൊക്കെ ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ അത്യാവശ്യം തുണിയൊക്കെ ശരീരത്തുണ്ടോന്നാ തപ്പുന്നത്. ഇപ്പൊ ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ തപ്പുന്നത് മൊബൈൽ എവിടാന്നാ. ആ നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറിയില്ലേ? മനസ്സിലാകുന്നു. രാത്രി മുഴുവൻ മൊബൈലിനകത്താ. ഏതോ ഒരു രാത്രിയിൽ ഏതോ ഒരു യാമത്തിൽ ഉറങ്ങിപ്പോയി, മൊബൈൽ തന്നെ താഴെ വീണു. രാവിലെ എഴുന്നേറ്റ് തപ്പുക, ഇത് എവിടാ കിടക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? മൊബൈൽ ജീവിതമായി മാറിയ ഒട്ടനവധി അനുഭവമുണ്ട്. ശ്രദ്ധിക്കൂ, ഇന്ന് രാത്രി ഞാൻ ഈ യൗവനക്കാരോട് പറയുകയാണ്, നിന്റെ യൗവനകാലത്ത് നിനക്ക് സന്തോഷിക്കാം, നിനക്കിഷ്ടമുള്ള വഴികൾ നടക്കാം. പക്ഷേ ഒരു ദിവസം നീ ഓർക്കണം, നിനക്കിഷ്ടമില്ലെന്ന് നീ പറയുന്നൊരു ദിവസം നിനക്ക് വരും. എന്നിട്ട് സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അടുത്തത്, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. ആരാ ഈ വീട്ടുകാവൽക്കാര്? 2 കാലുകള്. എന്താടാന്ന് ചോദിച്ചാൽ ആരാടാന്ന് ചോദിച്ചിറങ്ങുന്ന പുള്ളികളെ കണ്ടുണ്ടോ? ഇപ്പം നമ്മുടെ പുള്ളി വരുന്ന വരവ് കണ്ടോ? ആരാ വിളിച്ചായിരുന്നോ? ഇപ്പൊ ഇങ്ങനെ വരത്തുള്ളൂ. വീട്ടുകാവൽക്കാർ വിറച്ച് തുടങ്ങി, മിണ്ടുന്നില്ല. ചിലരിരിപ്പ് കണ്ടോ? ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമെന്ന്, മിക്കവാറും ഇരിക്കും. സ്തോത്രം. കാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാര് കുനിയും. നെഞ്ചു വിരിച്ച് ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ നടന്ന പുള്ളികളെ കണ്ടിട്ടുണ്ടോ? ഇപ്പം കുനിഞ്ഞു. സ്തോത്രം, കുനിയും. ആമേൻ. അടുത്തത്, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. ആരാ ഈ അരയ്ക്കുന്നത്? പോത്തിറച്ചിയും അൽഫാമും കുഴിമന്തിയും ചിക്കനും മട്ടനും ഒക്കെ കട്ടിച്ച് പൊട്ടിച്ച് പിടിച്ച് ഒട്ടിച്ച് അരച്ചിറക്കിയ പാർട്ടികളാ. ഇപ്പൊ അരയ്ക്കുന്നവർ ചുരുക്കമാണ്. 32 ഒരു മിക്സിക്കകത്ത് 32 ബ്ലേഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ 7-8 എണ്ണമേ ഉള്ളൂ. ചിലരാണെങ്കിൽ അഭംഗി മാറാനായിട്ട് പുതിയ ബ്ലേഡ് ഫിറ്റ് ചെയ്യും. പക്ഷേ കോഴിക്കാലയിലൊന്നും കയറി പിടിച്ചാൽ ഒക്കെയല്ല, അത് ബ്ലേഡ് കൂടെ അടന്നെങ്കിൽ പോരും. അതുകൊണ്ടിപ്പം ഉഴപ്പാ പരിപാടി. വായിലോട്ടിട്ട് ഇങ്ങനെ അങ്ങ് വിഴുങ്ങുക. സ്വോത്രം. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. ആമേൻ. കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. 1 കിലോമീറ്ററിന് അപ്പുറത്തൂടെ പോകുന്നവരെ കൃത്യമായിട്ട് വിവേചിച്ച് പറയുന്ന ആളുകൾ ഇപ്പം ഷെയ്ഡ് പിടിക്കുക. കൊച്ചുമോൻ അടുത്ത് വന്ന് നിന്നിട്ട് അപ്പന് മനസ്സിലാകുന്നില്ല, വല്യപ്പന് ആരാടാ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഓടാ വെയിൽ വേണോടാ, കാഴ്ച കുറവാ മോനെ, കാഴ്ച കുറവാ. ഒരുപാട് കണ്ടതാ, എയും ബിയും സിയും ഒക്കെ. ഇപ്പം കാഴ്ച തീരെയില്ല. സ്വോത്രം. ഒരുപാട് കാണുന്നവർ സൂക്ഷിച്ചോണം, ഒടുക്ക ഒന്നും കാണാൻ വയ്യാതെ വരും. ആമേൻ. തെരുവിലെ കതകുകൾ അടയും. തെരുവിലോട്ട് തുറന്നിരിക്കുന്ന 2 കതക് കണ്ടോ? കതക് ഇതല്ല, ഇത് ഷെയ്ഡാ. കതകിനൊരു ഭംഗി വരാൻ ഷെയ്ഡ് കൊടുത്തിരിക്കുക. കോളാമ്പി 2 എണ്ണം ഇരിക്കുന്നുണ്ടോ? തെരുവിലെ കഥകൾ എന്നാ വേണേലും കേൾക്കും. ആരെവിടെ നിന്ന് പറഞ്ഞാലും നീ കേട്ടോടി, നീ അറിഞ്ഞോടി, നീ കേട്ടോടി, എല്ലാം കേൾക്കാൻ തുറന്നിരിക്കുക. ഇപ്പോ പ്രായമായപ്പോ വെടി പൊട്ടിച്ച പുകയെന്നാ പറയുന്നു. മനസ്സിലായില്ലേ? തെരുവിലെ കഥകൾ അടയും. ആമേ. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. മറ്റേ കറമുറ കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ശബ്ദമില്ല. അരയ്ക്കുന്ന ശബ്ദം, പക്ഷികളുടെ ശബ്ദത്തിൽ കുംഭകർണന്റെ ഉറക്കം ഉറങ്ങിയ പാർട്ടികളാ. ഇപ്പം 3 മണിയാകുമ്പം മനമേ പക്ഷികണമേ പാടുക. വല്യപ്പനെ കൊച്ചുമക്കൾ പ്രാകുക. അങ്ങോട്ട് കിടക്കുന്ന ഉറക്കം വരുന്നതിന് മുമ്പ് വല്യപ്പൻ പാട്ട് തുടങ്ങിയത്. എന്നാ ചെയ്യുമെന്ന് പറ. സൂത്രം. കുംഭകർണന്റെ ഉറക്കം ഉറങ്ങുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം. പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. പാട്ടുകാരത്തികളൊക്കെ തളരും. ഇവിടെ സഹോദരിമാരാരും പാടി കേട്ടില്ല, നാളെയെങ്കിലും പാടുമായിരിക്കും. അതോ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാട്ടുകാരത്തികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ടുകാരന്മാരുണ്ട്.
ഇച്ചിരി കഴിയുമ്പോൾ നോക്കിക്കോണം, ഈ പുള്ളി ഒരു 10-15 കൊല്ലം കൂടെ കഴിഞ്ഞൊന്ന് പാടാൻ പറഞ്ഞു നോക്കി, 2-3 പ്രാവശ്യം ചുമച്ചേ പാടുകയുള്ളൂ. പാട്ടുകാരത്തുകളൊക്കെ തളരും. ഇപ്പം നന്നായിട്ട് പാടുന്നുണ്ട്, സ്തോത്രം. അതുകൊണ്ട് ഇപ്പം പാടിക്കോണം. ഇപ്പോഴാ പാടാൻ നല്ല ശബ്ദമുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് പാടാനിരുന്നാൽ കണ്ടോ, നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന കണ്ടിട്ടുണ്ടോ? ഇപ്പം പല വീട്ടിലും അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. 75-80 വയസ്സായ അപ്പച്ചൻ, 70-75 വയസ്സുള്ള അമ്മച്ചി, രണ്ടുപേരും കൂടെ വൈകിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക. പാട്ട് പാടുന്നത് കേട്ടുണ്ടോ അമ്മച്ചി? ഭാഗം നമ്മൾ വിചാരിക്കും പാട്ടിൻ്റെ ബാക്കി ട്യൂണാണെന്ന്. അല്ല, സ്തോത്രം, ശബ്ദം പിടിക്കുന്നില്ല കേട്ടോ. അപ്പം ഇപ്പം പാടിക്കോണം മക്കളെ, ഇപ്പോഴാ പാടാൻ നല്ല സൗകര്യം. ഇച്ചിരി കഴിഞ്ഞ് പാടാൻ നോക്കിയാൽ ഈ ചുമയും ഈ ചീറ്റലും ഈ തുമ്മലും ഒക്കെ കാണും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് പാടിയിട്ടേ പോകത്തുള്ളൂ. പാടാൻ അയ്യാത്തവരെ ഞാൻ അങ്ങ് ഇറങ്ങി വരും, വരെ മുമ്പിലോട്ട് കൊണ്ടുവരും, നന്നായിട്ട് പാടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോ, പാട്ടുകാരത്തികളൊക്കെ തളരും. ആമേൻ. അടുത്തത്, അന്നവർ കയറ്റത്തെ പേടിക്കും. ഏത് മതിലും ചാടി കയറിയ പാർട്ടിയാ. ഇപ്പോ രണ്ടാമത്തെ മോനെ കാനഡയിൽ നിന്ന് വന്നേച്ച് പറഞ്ഞു, അപ്പോ അണ്ണൻ്റെ വീട്ടിലോട്ട് പോകാൻ വരുന്നോ? ചില ഉയരത്തിലാണ് അണ്ണൻ്റെ വീട്. അപ്പോൾ വല്യപ്പം പറഞ്ഞതിനറിയാമോ, എനിക്ക് അങ്ങോട്ട് കയറാനൊന്നും ഇപ്പോൾ പറ്റില്ല അണ്ണേ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെയായി. കയറ്റത്തെ പേടിച്ചു തുടങ്ങി. ഏതും മലയും കുന്നും പാതിരാത്രിക്ക് ഓടിക്കയറിയവൻ കയറ്റത്തെ പേടിച്ചു തുടങ്ങി. അടുത്തത്, വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. ഇപ്പം മുറ്റത്തിറങ്ങണേ 3 വെട്ടം വേണം. അമ്മേ ഭയങ്കര പേടിയാ. ബദാം വൃക്ഷം പൂക്കും. സ്തോത്രം. ബദാം വൃക്ഷം പൂത്തു തുടങ്ങിയ പലരും ഗോദറേജ് കമ്പനിക്കാരനെ മരുന്നടിച്ച് അത് പൂക്കാതെ ഇങ്ങനെ ചെമ്പിച്ച് നിർത്തിയിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞില്ല. കറുപ്പുമല്ല വെളുപ്പുമല്ലാത്ത ഒരു പ്രത്യേക സ്റ്റൈലിൽ ഗോദറേജിൻ്റെ മരുന്നടിച്ചിങ്ങനെ നിർത്തിയിരിക്കുക. യൗവനമാണെന്ന് അറിയിക്കാനാ. ഇത്ര കഷ്ടപ്പാടാണെന്നറിഞ്ഞില്ലേ? സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എന്നോടും പലരും പറഞ്ഞായിരുന്നു ചില മരുന്നടിക്കാൻ. ഞാൻ പറഞ്ഞ അടിക്കുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കട്ടെന്ന്. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും. പേന ഇഴഞ്ഞു നടക്കുമെന്ന്. സ്തോത്രം. അടുത്തത്, രോചനക്കുരു ഫലിക്കാതെ വരും. അപ്പനിപ്പോൾ ഇംഗ്ലീഷ് മരുന്നും പിടിക്കുന്നില്ല, അലോപ്പതി പിടിക്കുന്നില്ല, ഹോമിയോ പിടിക്കുന്നില്ല, യുനാനിയും പിടിക്കുന്നില്ല, അട്ടപ്പാടിയും പിടിക്കുന്നില്ല, ഒന്നും പിടിക്കുന്നില്ല. നീരങ്ങോട്ട് കുറയുന്നില്ല. ആമേൻ. രോചനക്കുരു ഫലിക്കാതെ വരും. ഇനിയുമാണ് കേൾക്കേണ്ടത്, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. നമ്മ പാട്ടൊന്ന് പാടാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ, അതിനെക്കുറിച്ച് ഒരു പാട്ടുകാരൻ നന്നായിട്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് ഞാൻ നിങ്ങളെ ഒന്ന് പാടി കേൾപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ പാട്ടുകാര് സഹോദരങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാ. ഞാൻ അവരെ കൊണ്ട് തന്നെ ആ പാട്ടൊന്ന് പാടിക്കാം. നിങ്ങളൊന്ന് നന്നായി ആ പാട്ടൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് പാടിക്കുന്നത്. ആമേ പാട്ടുകാരൻ പറയുക, നാം എല്ലാവരും ഒരു ദിവസം ഇവിടുന്ന് പോകും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഈ ഭൂമി ശാശ്വതമല്ല, ഇവിടുത്തെ ജീവിതം ശാശ്വതമല്ല. ഒരു ദിവസം ഞാനും നിങ്ങളും ഇവിടം വിട്ടു പോയേ മതിയാകൂ. ആയവൻ കൂടെയുണ്ട്. മേലിലായവൻ കൂടെയുണ്ട്. പോകാം നമുക്കിന്നു പാടാം.
നാശപുരിയുടെ തീയാണ് കാണുന്നത്. നാം ഒന്നു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ് കാണുന്നത്. കൊടും തീയാണ് കാണുന്നത്. എന്തിനു നോക്കുന്നു, എന്തിനു നോക്കുന്നു ചന്ദമാമി മായയെ. അയ്യോ ചന്ദമാ, അയ്യോ ചന്ദമാമി മായയെ. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം നമുക്കായുണ്ട്. എന്നും മേലിൽ നമുക്കായുണ്ട്. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്. എന്നും മേലിൽ നമുക്കായുണ്ട്. ജീവനദിയുടെ തീരത്ത് നിന്നിട്ട് ജീവമരത്തണലിൽ നിത്യജീവൻ, നിത്യജീവമരത്തണലിൽ പാടിയുലാവിടാം നാഥനോടൊത്തു പുത്തനെറുശലേമിൽ. എന്നും പുത്തനെറുശലേമിൽ പാടിയുലാവിടാം നാഥനോടൊത്തു പുത്തനെറുശലേമിൽ. എന്നും പുത്തനെറുശലേമിൽ. എല്ലാരും പോകണം, എല്ലാരും പോകണം മണ്ണാകും മായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഒന്ന് ചിന്തിക്കും നാശപുരിയുടെ തീയാണ് കാണുന്നത്. കൊടും തീയാണ് കാണുന്നത്. നാം ഒന്ന് ചിന്തിക്കും നാശപുരിയുടെ തീയാണ് കാണുന്നത്. കൊടും തീയാണ് കാണുന്നത്. പാട്ടുകാരൻ എത്ര മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. എല്ലാരും പോകണം, എല്ലാരും പോകണം മണ്ണാകും മായ വിട്ട്. ആമേ, ഈ മണ്ണാകും മായ വിട്ട്. നാശപുരിയുടെ തീയാണ് കാണുന്നത്. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഒരു ദിവസം നാം എല്ലാവരും ഇവിടം വിട്ട് പോയേ മതിയാകൂ. നാം ഇവിടെ ശാശ്വതവാസികളല്ല. മരണം എന്നുള്ളത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ കൽപ്പന ലംഘനത്തിലൂടെ ദൈവവചനം അനുസരിക്കാഞ്ഞത് കൊണ്ട്, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാതെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് മരണമെന്ന പ്രതിഭാസം ലോകത്തിലേക്ക് വന്നു. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയെങ്കിൽ ലോകത്തിൽ മനുഷ്യന്റെ ഇടയിൽ മരണത്തെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട ചിന്തകളാണുള്ളത്. ഒന്നാമത്തെ ചിന്ത യുക്തിവാദ ചിന്തയാണ്. ഒന്നാമത്തെ ചിന്ത, ലോകത്തിൽ ഉടലെടുത്തിട്ടുള്ള മരണത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്ത യുക്തിവാദ ചിന്തയാണ്. എന്താണ് യുക്തിവാദ ചിന്ത? ദൈവമില്ല, സാത്താനില്ല, മരണമില്ല, നരകമില്ല, മരണത്തിനപ്പുറത്ത് ജീവിതമില്ല, ദൂതന്മാരുമില്ല. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണ്. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണ്. മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല. മരണം എല്ലാറ്റിൻ്റെയും അവസാനമാണെന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത സ്തോത്രം, പുനർജന്മ സിദ്ധാന്തമാണ്. ഈ തലമുറയിൽ, ഈ ആയുസിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, പുണ്യപ്രവൃത്തികൾ ചെയ്താൽ, നന്നായി ജീവിച്ചാൽ അടുത്ത തലമുറയിൽ മറ്റെന്തോ ആയി ജന്മമെടുക്കും. ചില ആളുകൾ ചിലതിനെ കണ്ടിട്ട് പറയുന്നില്ലേ, കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ആയിട്ട് ജനിച്ച. കഴിഞ്ഞ ദിവസം ആരോ പറയുന്ന കേട്ടു, മത്സ്യമാംസാദികൾ കഴിക്കാത്ത ഒരു പട്ടി ഞങ്ങളുടെ നാട്ടിലുണ്ട്. മത്സ്യവും മാംസവും ഒന്നും കഴിക്കുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആരോ പറഞ്ഞു, ഇവന് കഴിഞ്ഞ ജന്മത്തിൽ സ്തോത്രം പട്ടരായിരുന്നു.
അപ്പൊ ഇങ്ങനെ ആളുകൾ പറയുക പുനർജന്മം ഉണ്ടെന്ന് അവർ പറയുന്നു. പുനർജന്മത്തിൽ അവർ വിശ്വസിക്കുന്നവരാണ്. മൂന്നാമത്തെ ചിന്തയാണ് പ്രധാനപ്പെട്ട ചിന്ത, പുനരുത്ഥാന ചിന്ത. അതാണ് ക്രൈസ്തവ ചിന്ത. അതാണ് ക്രൈസ്തവ ചിന്തയുടെ ഏറ്റവും പ്രത്യാശ നിർഭരമായത്. എന്താണ് പുനരുത്ഥാന ചിന്ത? മറ്റു രണ്ട് ചിന്തകളിലേക്ക് ഞാൻ ഇന്ന് രാത്രി പോകാൻ സമയമെടുക്കുന്നില്ല. അതൊക്കെ വിശദമായിട്ട് നാം പഠിക്കേണ്ടതാണ്. അതിന് ഈ രാത്രി എൻ്റെ മുമ്പിൽ സമയമില്ല. നാം മൂന്നാമത്തെ ചിന്ത, നമ്മുടെ പ്രത്യാശയുള്ള മൂന്നാമത്തെ ചിന്തയിലേക്ക് വരികയാണ്, പുനരുത്ഥാന ചിന്ത. എന്താണ് മരിച്ചയാൾ ജീവിക്കുമെന്നുള്ളതിന് തെളിവെന്താണ്? മരിക്കുന്നവർ ജീവിക്കുമെന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കുന്നെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ? അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് കൊരിന്തിലുള്ള വിശുദ്ധന്മാരോട് പറഞ്ഞത്, ആമേൻ, മരിച്ചു പോകുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. മരിക്കയും അതിനപ്പുറത്ത് ഒരു ജീവിതം നമുക്കുണ്ടെന്നറിയണം. അപ്പൊ ശ്രദ്ധിക്കണം ദൈവമക്കളെ, ആമേ, ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഞങ്ങൾ ആമേ മരിക്കുന്നതിനപ്പുറത്ത് പുനരുത്ഥാനമുണ്ടെന്ന് പ്രസംഗിക്കുന്നെങ്കിൽ പുനരുത്ഥാനം ചെയ്ത ഒരുവൻ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. എന്താണ് പുനരുത്ഥാനത്തിന്റെ അടിസ്ഥാനം? നമുക്കറിയാം. ബേതലഹേമിൽ വഴിയിൽ ആമേൻ ഗർഭിണിയായ ആമേൻ തൻ്റെ ഭാര്യയായ മറിയോടുകൂടെ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന, ശ്രദ്ധിച്ചു കേൾക്കണം, വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യുവതി ഗർഭിണിയായി. അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഒരു യുവാവും അവളെ വിവാഹം കഴിക്കത്തില്ല. നാട്ടിൽ അപമാനമുണ്ടാകും, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ ഒളിച്ചോടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ താൻ വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു എന്ന് ഒരറിവ് യോസേപ്പിന് കിട്ടി. യോസേപ്പ് ഒരു സാധുവായ, ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. താനെ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിക്ക് ഒരു ലോകാപവാദം വരാതിരിക്കാൻ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ചിന്തിച്ച് താൻ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു നിദ്രയിലേക്ക് താൻ വീണു. നിദ്രയിലേക്ക് വീണ ആ യോസേപ്പിനോട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞ കാര്യം നമ്മുടെ പല ആളുകളും വിസ്മരിക്കുകയാണ്. അവരിഷ്ടമുള്ള കഥകൾ മെനയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? വേദപുസ്തകമാണ് നമുക്ക് ആധാരം. വേദപുസ്തകത്തിൽ ആ ദൂതൻ പറയുന്നത്, ആമേൻ സ്തോത്രം, യോസഫേ, ദാവീദിന്റെ പുത്രനായ യോസഫേ, നീ ഭയപ്പെടേണ്ട. നിന്റെ ഭാര്യ, ആമേൻ, നിന്റെ ഭാര്യയാകാൻ പോകുന്നവളെന്നല്ല, നിന്റെ ഭാര്യയായ മറിയ, ആമേ, അവളെക്കുറിച്ച് നീ പേടിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവളെ ഉപേക്ഷിക്കണമെന്നുള്ള ചിന്ത നീ വിട്ടുകളയുക. അവൾ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കും. യേശുവിൻ്റെ അമ്മ മറിയ. ചില ആളുകൾ പറയുന്നു സകല മനുഷ്യരുടെ അമ്മ മറിയാണെന്ന്. എൻ്റെ വേദപുസ്തകത്തിൽ അങ്ങനെ ഇല്ല. ആമേ, നിങ്ങളുടെ വേദപുസ്തകത്തിൽ എവിടെങ്കിലും അങ്ങനെ ഒരു വാക്യം ഉണ്ടോ എന്ന് കാണിക്കണം. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജീവനുള്ളവർക്കെല്ലാം മാതാവ് ഹൗവയാണെന്നാണ്. ജീവനുള്ളവരുടെ എല്ലാം മാതാവ് ഹൗവയാണ്. ആമേ, യേശുവിൻ്റെ അമ്മ ലോകരക്ഷിതാവിൻ്റെ അമ്മയാണെന്നുള്ളത് സത്യമാണ്. യേശുവിന് ജന്മം കൊടുത്തത്, അല്ലെങ്കിൽ യേശുവിനെ പ്രസവിച്ചത് മറിയയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ യേശുവിൻ്റെ അമ്മ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന സഹോദരിയാണ്. യേശുവിനെ പ്രസവിച്ചനന്തരം അവർ യോസഫും മറിയയും കുടുംബജീവിതം നയിച്ചു എന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ലോകത്തിൽ നിന്ന് അത് മറച്ചു വെക്കാൻ കലാകാരന്മാർ വല്ലാത്തൊരു പരിപാടി ചെയ്തു. നിങ്ങൾ യോസഫിൻ്റെ മറിയയുടെ പടം എവിടെങ്കിലും കലണ്ടറിലോ വരച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോസഫിനൊരു 90 വയസ്സും മറിയയ്ക്കൊരു 25 വയസ്സും. എന്തിനാ ഈ പടം വരപ്പിച്ചെന്നറിയാമോ? ഇതിനകത്ത് ഭയങ്കര ഒരു കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഇവർ തമ്മിൽ ഇത്രയും പ്രായവ്യത്യാസം ഉണ്ടെന്ന് നോക്കണേ. ചതിവ് കണ്ടോ? ഇനിയും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് തമിഴിലും മലയാളത്തിലും ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ബൈബിൾ മൈക്കിൽ കൂടെ വായിക്കുക ചേച്ചി, മറ്റുള്ളവർ കൂടെ കേൾക്കാൻ വേണ്ടിയല്ലേ. മൈക്ക് കയ്യിലുള്ളവർ വാക്യം എടുത്ത് വായിക്കേ. മൈക്ക് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? അവൾ ഇതോ കർപ്പവതിയായി, ഒരു കന്യകെ കർപ്പവതിയായി ഒരു കുമാരനെ പെറുവാൾ. അതില്ലയോ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന പേർ വിളിച്ചു. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ലേ?
മകനെ പ്രസവിക്കും വരെ ആ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അതിന്റെ തമിഴ് വായിക്കമ്മ. ആകപ്പാടെ കൺഫ്യൂഷനാ. അവൾ തൻ മുതற்பേരാന കുമാരനെ പെരുമളവും ശബ്ദത്തിലൊന്ന് വായിച്ച സഹോദരി. അവൾ തൻ മുതற்பേരാന കുമാരനെ പെരുമളവും അവളെ അറിയാതിരുന്ന്. മതി, ദൈവത്തിന് സ്തോത്രം. അവളെ അറിയാതിരുന്നു. ഈ നാട്ടിലെ ആളുകൾക്ക് ഈ മലയാളവും തമിഴും ഒക്കെ മനസ്സിലാകുന്ന എനിക്ക് മനസ്സിലാകുന്നേ. മകനെ പ്രസവിക്കും വരെ യോസഫ് അവളെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ പഥ്യം തീരുന്നത് വരെ ശ്യാമള ഇറച്ചി കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇറച്ചി കഴിച്ചില്ലെന്നാണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇവിടുത്തുകാർ മിണ്ടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പഥ്യം തീർന്നപ്പോ പിന്നെ കഴിച്ചെന്നല്ലേ അതിന്റെ അർത്ഥം. പഥ്യം തീരുന്നത് വരെ. സ്തോത്രം. പ്രസംഗം തീരുന്നത് വരെ എന്ന് പറഞ്ഞാൽ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ കാര്യം. അവൾ അവനെ പ്രസവിക്കും വരെ, യേശു എന്ന പൈതലിനെ മറിയ പ്രസവിക്കും വരെ, അല്പം കൂടെ മലയാളത്തിൽ പറഞ്ഞാൽ അവർ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല. അതിനുശേഷം അവർ കുടുംബജീവിതം നയിച്ചെന്നല്ലേ വാക്യം. ഈ വാക്യം വായിച്ചിട്ട് ചില ആളുകൾക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഇപ്പോഴും യേശുവിൻ്റെ അമ്മ കന്യകയായിട്ട് തന്നെ തുടരുകയാണ്. പ്രസവിച്ച സ്ത്രീ കന്യകയാകുന്ന സൂത്രം ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ പക്ഷെ ചിലരുടെ ഉണ്ട്. എന്നാൽ ഇനി അടുത്ത 2 വാക്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. യേശു പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ പുറത്തു വന്നു നിൽക്കുന്നു. യേശു ജനിച്ച ബേത്ലഹേമിലെ നസറേത്തിലെ ആളുകൾക്ക് മനസ്സിലായി യേശുവിന് അമ്മയും സഹോദരന്മാരും ഉണ്ടെന്ന്. പക്ഷെ തമിഴ്നാട്ടിലെയും കേരളത്തിലെ ആളുകൾക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. കാരണം അവർ യേശുവിൻ്റെ കൂടെ ജനിച്ചവരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്ര കൃത്യമായിട്ട് യേശുവിൻ്റെ അമ്മയ്ക്ക് മക്കളില്ല, യോസേപ്പിന് മക്കളില്ലെന്ന് പറയാൻ ഇത്ര തൻ്റെ ഇടമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആ നാട്ടുകാർ പറയുന്നു, ആ നാട്ടുകാര് പലസ്തീൻകാർ പറഞ്ഞു, നസറേത്തുകാർ പറഞ്ഞു, ബേത്ലഹേമിലുള്ളവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും. തീർന്നില്ല. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, യൂദ, ശിമയോൻ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരിമാരും എല്ലാം ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ? ഈ വാക്യം വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ചില പുള്ളികൾ പറയുന്നത് എന്നാന്നറിയാമോ? കസിൻസ് ആയിരുന്നെന്ന്. എന്തൊരു ഭയങ്കര തിയോളജിയാണെന്നറിയാമോ? ആമേൻ. ഇതാ നമ്മുടെ ചതിവ്. ജനത്തെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന ജനകോടികളെ നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി നമ്മൾ പ്രസംഗിച്ചു, യേശു മാത്രമേ ഏകരക്ഷകനുള്ളൂ, യേശുവിൻ്റെ കൂടെ ഒരു സഹരക്ഷകനില്ല, ഒരു സഹരക്ഷകയില്ലെന്ന് നൂറ്റാണ്ടുകളായി നമ്മൾ പ്രസംഗിച്ചപ്പോൾ അവരെതിർത്തെങ്കിൽ ഈ അടുത്ത ദിവസം അവരുടെ ഏറ്റവും വലിയ പോപ്പ് പറഞ്ഞു, യേശുവാണ് ഏകരക്ഷകൻ, യേശുവിന് സഹരക്ഷകയില്ല, സഹരക്ഷകനുമില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ കൂടെ ഒരു നാമവുമില്ല. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒന്നിലധികമുണ്ടെന്നല്ല, ഒരേ ഒരുവനെ മധ്യസ്ഥനുള്ളൂ. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരേ ഒരു മധ്യസ്ഥൻ, അത് നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ മധ്യസ്ഥനായിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം, മരണം മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. മരണത്തിന്റെ 3ാമത്തെ ചിന്തയാണ് പുനരുത്ഥാന ചിന്ത. യേശു ക്രിസ്തു മരിച്ചു, യേശു മരിച്ചു, മരിച്ചു എന്നുള്ളത് സത്യമാണ്. ലോകം മുഴുവൻ അംഗീകരിക്കുന്നു, യേശു ക്രൂശിക്കപ്പെട്ടു. പക്ഷേ യേശുവിനെ അരിമത്യയിലെ യോസേപ്പിന്റെ കല്ലറയിൽ വെച്ചു. കല്ലറയിൽ കൊണ്ടുവച്ചിട്ട് ഇവരുടെ പേടി മാറിയില്ല. യഹൂദന്മാരെ പീലാത്തോസിന്റെ അടുക്ക ചെന്നു. പീലാത്തോസ് യഹൂദനല്ല, ജാതീയനാ. പക്ഷെ യഹൂദന്മാർക്ക് പേടി മാറിയില്ല. കാരണം അവർ പറഞ്ഞൊരു വേദവാക്യം നിങ്ങൾ കേട്ടോ,
നമ്മുടെ ആളുകളെക്കാൾ നന്നായിട്ട് യേശുവിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാത്. നമ്മുടെ ആളുകൾ പകുതിയേ കേൾക്കത്തുള്ളൂ. പക്ഷേ യഹൂദന്മാരെ എനിക്ക് ഇഷ്ടമുള്ളത് എന്നറിയാമോ? യേശു പറഞ്ഞെല്ലാം ശ്രദ്ധിച്ച് കേട്ടെന്നുള്ളതാണ്. കേട്ടതുകൊണ്ടാണ് അവർ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന്. അപ്പോൾ അവരുടെ അകത്തൊരു വെപ്രാളം കയറി, 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റാലോ? അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ അപമാനമാണ്. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം. ആമേൻ. യേശു ഉയർക്കാതിരിക്കാൻ അന്നത്തെ റോമൻ ചക്രവർത്തി, റോമ കൈസർ, ആമേൻ, റോമൻ കല്ലറയ്ക്ക് ഗവൺമെന്റിന്റെ മുദ്ര വെച്ച് പ്രത്യേക പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ കാവലിൽ കല്ലറയാക്കി വെച്ചിട്ടോ മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവരെയോ മരിച്ചാലും അവൻ ജീവിപ്പിക്കൂ. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ അതാണ്. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ നാമും മരിച്ചാൽ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മരിക്കുന്ന മനുഷ്യൻ എവിടേക്കാണ് പോകുന്നത്? മരിക്കുന്ന മനുഷ്യൻ എവിടേക്കാണ് പോകുന്നത്? വേദപുസ്തകത്തിൽ ആകെയുള്ള ഒരു തെളിവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്യമാണ്. അത് നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. തമിഴിൽ വായിക്കണം. മലയാളത്തിൽ ഞാൻ പറയുന്നുണ്ട് തമിഴിൽ വായിപ്പിക്കുന്ന, കാരണം ആളുകൾ മനസ്സിലാകാൻ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വേദപുസ്തകത്തിൽ ആകെയുള്ള നാം കാണുന്ന ഒരു ഇൻസിഡന്റ് യേശു പറഞ്ഞത് അവിടെയാണുള്ളത്. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നതെന്ന് 2 സ്ഥലങ്ങളെക്കുറിച്ച്, ആ 2 സ്ഥലത്തേക്ക് പോയവരെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് തമിഴിൽ വായിപ്പിച്ച് കേൾപ്പിക്കാം. ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ ഇരുന്നാൻ, അവൻ രത്താംബരമും. ചില ആളുകൾ പറയുന്നത് അതൊരു കഥയാണെന്നാ. അങ്ങനെ യേശു കഥ പറഞ്ഞത് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, അങ്ങനെ ഇരുന്നെന്നാ. അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഹലോ, അങ്ങനെ ഒരു മനുഷ്യൻ ഒരിടത്തൊരു അപ്പൂപ്പൻ ജീവിച്ചിരുന്നു. പിള്ളേരെ രാത്രി കഥ പറയുന്ന പോലെ പറഞ്ഞല്ല, ഉണ്ടായിരുന്നു. യേശു പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അടുത്തത്, അവൻ രത്താംബരമും വിലയേറപ്പെട്ട വസ്ത്രമും ധരിത്ത് അനുദിനമും സംബരവുമായി வாழ்ந்து கொண்டிருந்தான். லாசர் என்னும் பேர் கொண்ட ஒரு தரித்திரனும் இருந்தான். அவன் பருக்கள் நிறைந்தவனாய் அந்த ஐஸ்வர்யவானுடைய லாசர் அருகே கிடந்து அவனுடைய மேஜிலிருந்து விழும் துணிக்கைகளாலே தன் பசியை ஆற்ற ஆசையா இருந்தான். நாய்கள் வந்து அவன் பருக்களை நக்கிற்று. பின்பு அந்த தரித்திரன் மரித்து தேவதூதரால் ஆபிரகாமுடைய மடியிலே கொண்டு போய் விடப்பட்டான். ஐஸ்வர்யவான் மரித்து அடக்கம் பண்ணப்பட்டான். பாதாளத்திலே அவன் வேதனைப்படுகிற போது தன் கண்களை ஏறெடுத்து தூரத்திலே ஆபிரகாமையும் அவன் மடியிலே லாசருவையும் கண்டான். அப்பொழுது அவன் தகப்பனாகிய ஆபிரகாமே, நீர் எனக்கு இறங்கி லாசருவை தன் விரலின் நுனியை தண்ணீரால் தோய்த்து என் நாவை குளிர பண்ணும்படி அவனை அனுப்ப வேண்டும். இந்த அக்கினி ஜுவாலையில் வேதனைப்படுகிறேன் என்று கூப்பிட்டான். அதற்கு ஆபிரகாம், மகனே, நீ பூமியிலே உயிரிழக்கும் காலத்தில் உன் நன்மைகளை அனுபவித்தாய், லாசருவும் அப்படியே தீமைகளை அனுபவித்தான். அதை நினைத்துக்கொள். இப்பொழுது அவன் தேற்றப்படுகிறான், நீயோ வேதனைப்படுகிறாய். அதுவும் அல்லாமல் இவ்விடத்திலிருந்து உங்களிடத்துக்கு கடந்து போகவும் அவ்விடத்திலிருந்து எங்களிடத்திற்கு கடந்து வரவும் மனதுள்ளவர்களுக்கு கூடாதபடிக்கு எங்களுக்கு உங்களுக்கு நடுவே பெரும் பிளவு உண்டாக்கப்பட்டிருக்கிறது. அப்பொழுது அவன், அப்படியானால் தகப்பனே, எனக்கு 5 பேர் சகோதரர் உண்டு. அவர்களும் வேதனையுள்ள அந்த இடத்துக்கு வராதபடி அவன் போய் அவர்களுக்கு சாட்சியாக அறிவிக்கும் பொருட்டு நீர் அவனை என் தகப்பன் வீட்டுக்கு அனுப்பும்படி உம்மை வேண்டிக் கொள்கிறேன் என்றான். ஆபிரகாம் அவனை நோக்கி, அவர்களுக்கும் மோசையும் தீர்க்கதரிசிகளும் உண்டு, அவர்களுக்கு அவர்கள் செவி கொடுக்கட்டும் என்றான். அதற்கு அவன், அப்படி அல்ல தகப்பனாகிய ஆபிரகாமே, மருத்துவரிலிருந்து ஒருவன் அவர்களிடத்திற்கு போனால் மனம் திரும்புவார்கள் என்றான். அதற்கு அவன், அவர்கள் மோசைக்கும் தீர்க்கதரிசிகளுக்கும் செவிகடாவிட்டால் மருத்துவரிலிருந்து ஒருவன் எழுந்து போனாலும் நம்ப மாட்டார்கள் என்று சொன்னான் என்றார். മതി. എൻ്റെ ദേശനിവാസികളായ നല്ല സ്നേഹിതരോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് എൻ്റെ എല്ലാ സ്നേഹത്തെയും ആദരവും ബഹുമാനവും നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഈ വേദഭാഗം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ
19 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. കാരണം മതം നിങ്ങളെ ചതിക്കരുത്, നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ വഞ്ചിക്കരുത്. മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യേശു കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഈ വേദപുസ്തകത്തിൽ ഈ ഭാഗം മാത്രമേ ഉള്ളൂ. മരിച്ച ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ചില ആളുകൾക്ക് ഒരു ചെറിയ സന്ദേഹമുണ്ട്. കാരണം ഒരു ധനവാനും ദരിദ്രനും എന്ന് പറഞ്ഞതുകൊണ്ട് ധനവാൻ സ്വർഗത്തിൽ പോകുകയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അവിടുത്തെ സംഭവം എന്ന് പറയുന്നത് ഒരാൾ ധനവാനും ഒരാൾ ദരിദ്രനുമായി പോയതല്ല പ്രശ്നം. അതങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ഒരു സ്ഥലത്ത് ധനവാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അവനോട് സുവിശേഷം പലരും പറഞ്ഞു കാണും. നമ്മുടെ നാട്ടിലൊക്കെ കവലകളിൽ പ്രസംഗിക്കുന്ന, ഞങ്ങളെക്കാൾ നന്നായി വചനം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അവരാര് ശ്രദ്ധിക്കുന്നു, ആര് കേൾക്കുന്നു, ആര് പറയുന്നു ഒന്നും അവർക്ക് വിഷയമല്ല. ആളുകൾ വളരെ പുച്ഛത്തോടെ, വളരെ, നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ സഹോദരിമാരൊക്കെ ഇങ്ങനെ പരസ്യത്തിന് ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചന്തയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ നടന്നു പോയേച്ച് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ പണിയായതെന്ന്. സ്വത്രം നമുക്കിഷ്ടമല്ല പ്രസംഗിക്കുന്നൊന്നും. ഏതാണ്ടൊരു പുച്ഛത്തോടൊക്കെ നോക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കതൊന്നും വിഷയമല്ല. ആമേൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ധനവാൻ അവൻ പ്രസംഗം ധാരാളം കേട്ട് കാണും. ഇപ്പം നമുക്ക് പ്രസംഗം കേൾക്കാൻ സംവിധാനമുണ്ട്. റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, വാർത്താമാധ്യമങ്ങൾ പലതുണ്ട്. ആമേ. സോഷ്യൽ മീഡിയ, ധാരാളം സുവിശേഷം കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലുണ്ട്. പക്ഷേ അതുമാത്രം നമ്മൾ കേൾക്കുകയല്ല. രാവിലെ എഴുന്നേറ്റിരുന്ന് ആമേ നമ്മളിങ്ങനെ മാന്തുക, മേപ്പോട്ട് താപ്പോട്ട് സൈഡിലോട്ട്. എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് ഈ മാന്തിയേച്ച് അതിനകത്ത് തന്നെ ഒരു ചിരിയുണ്ട്. ഈ വളിപ്പിട്ടവൻ തന്നെ ചിരിച്ച് കേൾപ്പിക്കുക, അത് കേട്ടേച്ച് നമ്മൾ ചിരിക്കുക. വാസ്തവത്തിൽ നമ്മൾ ഈ നാറാണത്വ പ്രാന്തൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാണോ ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. രാവിലെ എഴുന്നേറ്റിരുന്നങ്ങ് മാന്തുകയാണ്. പ്രാർത്ഥിക്കാൻ നേരമില്ല, വചനം വായിക്കാൻ നേരമില്ല, കൂട്ടാനും കറിയും വെക്കാൻ നേരമില്ല. രണ്ടുപേരും തോപ്പം. ഭർത്താവ് ഇപ്പുറത്ത് കസേരയുടെ ഒരെണ്ണം മുമ്പോട്ട് വലിച്ചിട്ട് കാര്യം നീട്ടിയിരുന്ന് മാന്തുന്നു. ഭാര്യയാണെ സോഫയിൽ ചരിഞ്ഞ് കിടന്ന് മാന്തുന്നു. ഇപ്പം വീട്ടിൽ പോലും ഭാര്യയും ഭർത്താവും കൂടെ സംസാരമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു സംഭവം നിങ്ങളോട് പറയാൻ പോകും, ശ്രദ്ധിച്ച് കേൾക്കണം. ഭാര്യയും ഭർത്താവും കൂടെ ഒരു സോഫയിലിരുന്ന് ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുക. ഈ TV കണ്ട് ഭർത്താവിനെ ഇങ്ങനെ ചാരി ഇരുന്നാണ്. അങ്ങനെ ചാരിയൊക്കെ ഇരിക്കാൻ അവസരം കിട്ടുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒന്നും അവസരം കിട്ടില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ സഹോദരി ഇങ്ങനെ ചാരി ഇരിക്കുക, നെഞ്ചോട് ചാരി ഇരുന്ന് TV ഇങ്ങനെ ആസ്വദിച്ച് കാണുമ്പോൾ തൻ്റെ വലത്തെ കൈയുടെ മുട്ട് ഭർത്താവിൻ്റെ തൊടയിലായിരുന്നു. ഇങ്ങനെ കുത്തി വെച്ചേക്കുക ചരിഞ്ഞപ്പം. അപ്പോൾ കുറേ ഇങ്ങനെ ചരിഞ്ഞ് വന്നപ്പോൾ തൻ്റെ തുടയ്ക്ക് വേദനയായി. എന്ന് പറഞ്ഞാൽ മാംസമല്ലേ, ഭാര്യ എന്ന് പറഞ്ഞാലും വേദന ഉണ്ടാവും ഭർത്താവിന്. അപ്പോൾ അദ്ദേഹം വലത്തെ കൈ കൊണ്ട് മൊബൈൽ എടുത്തിട്ട് ഭാര്യയ്ക്കൊരു മെസ്സേജ്, കൈ എടുക്കൂ, എൻ്റെ കാല് വേദനിക്കുന്നു. അപ്പോൾ ക്ലിങ്ങൊരു ശബ്ദം കേട്ടപ്പോൾ ഒന്നുകൂടെ അമർത്തിയിട്ട് ഇടത്തെ കൈ കൊണ്ട് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഭർത്താവിൻ്റെ മെസ്സേജാ, തൊട വേദനിക്കുന്നു, കൈ എടുക്കുക. അത്ര വരെ ആയിപ്പോയി നമ്മൾ. അടുത്തിരിക്കുന്ന ഭർത്താവിനോട് ഒന്ന് വാതുറന്ന് സംസാരിക്കാൻ, ഭാര്യയോട് സംസാരിക്കാൻ നമുക്ക് നേരമില്ല. മുഴുവനും ഇപ്പം മൊബൈൽ ഫോണാണ് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ എവിടെ വരെ അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണിത്. മക്കൾ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുന്നില്ല, 24 മണിക്കൂറും അവർ മൊബൈലിലാണ്. പണ്ടൊക്കെ ആ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പുക്കിൽക്കൊടി എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ചെവിക്കൊടി എന്നും പറഞ്ഞ് 2 വള്ളിയാണ്. ഇപ്പം പുക്കിളി എന്നുള്ള വള്ളിക്ക് പകരം ചെവിക്കാത്തുനിന്നാണ് വള്ളി വരുന്നേ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഇത് വല്ലാത്ത ഒരു കെടുതിയാണ്. ധനവാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവൻ രക്താംബരം ധരിച്ച് ആഡംബരത്തോടെ ദിവസേന സുഖിച്ചു പുളയ്ക്കുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമ്പത്തുകളും എല്ലാ ആഡംബരത്തോടും കൂടെ ജീവിച്ചു. അവൻ മരിച്ചു. ധനവാനൊക്കെ മരിച്ച പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ ബാൻഡുകാരുണ്ട്, തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് ബാൻഡുകാർ. അയ്യോ, എന്നെ ആഡംബരത്തോടെ അടക്കാൻ കൊണ്ടുവന്നറിയാമോ? ആ അട്ടിക്കുന്ന ശബ്ദമൊക്കെ ഇട്ടുണ്ടോ? അപ്പോൾ ഈ ബാൻഡുകാരിങ്ങനെ ബ്യൂഗിൾ വായിക്കും, അതിങ്ങനെ വായിക്കുന്നുണ്ട്.
ഉദാ നട്ടിക്കുകയായി. ഇങ്ങനെ വായിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അവർ പാടുന്നൊരു പാട്ടുണ്ട്, അത് കേട്ടാൽ ചെറുക്ക് പേടി വരും. അടുത്തിരിക്കുന്നവരെ മുറുകി പിടിച്ചോണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എനിക്കിന്നും മനസ്സിലാകാത്ത കാര്യമാണ്, ഈ പുള്ളി യാത്ര തീർന്നിട്ട് മണിക്കൂർ എത്രയായി? പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത് പാടുന്നേ? മരിച്ചു പോയവന് വേണ്ടി അല്ല പ്രിയരെ ഇത് പാടുന്നേ. ഇത് ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാത്തിരിപ്പ് യോഗത്തിന് പാടി ആരാധിക്കേണ്ട പാട്ടാ. പക്ഷേ ഇത് ആരാണ്ട് ഇതിൻ്റെ തലക്കെട്ടിൽ എഴുതി വെച്ചു, മരിക്കാൻ നേരത്ത് പാടുന്ന. എനിക്കിന്നും മനസ്സിലായിട്ടില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ പാടുന്ന പാട്ടിതാ, ശോഭയേറും നാടുണ്ടത്, ആമേ സമയമാരകത്തിൽ ആശ്വാസമേ. ഇതൊക്കെയല്ലേ ദിവസവും പാടേണ്ടേ? ഇത് ചത്ത് കിടക്കുക, കയ്യും കാലും കൂട്ടിക്കെട്ടി ചെവിയിലും മൂക്കിലും പഞ്ഞി വെച്ച് കണ്ണും തിരുമ്മി അടച്ചേച്ച് ഒതുങ്ങാത്തവനെ ഒതുക്കി പെട്ടിക്കിടത്തിയേച്ച് ആരാണ്ട് പാടുക പുള്ളി സമയത്തിൻ്റെ അകത്ത് യാത്ര ചെയ്തെന്ന്. എൻ്റെ പൊന്നെ, യാത്ര പുള്ളിക്ക് അന്നേരമെങ്ങാനും പുള്ളി എഴുന്നേറ്റ് വന്നാൽ പറയും, ഞാൻ യാത്രയൊക്കെ തീർന്ന് പോയടോ, ഇനി നിങ്ങളങ്ങ് യാത്ര ചെയ്യാൻ. മനസ്സിലായില്ലേ? സ്തോത്രം. ഞങ്ങളുടെ ധനവാൻ മരിച്ചു, ധനവാനെ അടക്കി. ക്രൈസ്തവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ധനവാൻ. കാശുള്ളവരൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരനെ അടക്കുമ്പോൾ പണ്ട് ഞങ്ങൾ നിന്ന ആ സഭയിൽ അടക്കത്തിന് 3 തട്ടുകളുണ്ട്. 1 വീട്ടിലെ ശുശ്രൂഷ, 2 ദേവാലയത്തിലെ ശുശ്രൂഷ, 3 സെമിത്തേരിയിലെ ശുശ്രൂഷ. ഒന്ന് കേട്ടോണേ. അപ്പോൾ പ്രധാനപ്പെട്ടയാൾ, പദവി കൂടിയ ആൾ വീട്ടിൽ വരത്തില്ല, അത് കുറഞ്ഞ ആളുകളെ വീട്ടിൽ വരൂ. അപ്പോൾ ഡെഡ് ബോഡി എടുക്കുന്നതിന് മുമ്പ് കാർമികൻ ദൈവത്തിന് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന നിങ്ങൾ കേട്ടുണ്ടോ? ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിനെ വഴിയിൽ പതിയിരിക്കുന്ന സകല ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് വിശുദ്ധന്മാരുടെ സഭയിലും സംഘത്തിലും അവനെയും നിർത്തിക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ചെയ്യുവാൻ ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പുള്ളിക്കാരൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്, വഴിയിൽ എന്തെങ്കിലും മാർഗതടസ്സം ഉണ്ടെന്ന് എസ്കോട്ട് കൊടുത്ത് ആ തടസ്സമൊന്ന് മാറ്റി അങ്ങ് വിശുദ്ധന്മാരുടെ സഭയിൽ അങ്ങ് വലത്തുഭാഗത്ത് തന്നെ നിർത്തിക്കൊള്ളണം. വീട്ടിൽ പറഞ്ഞതൊക്കാഞ്ഞിട്ടായിരിക്കും പള്ളി വന്നപ്പം വലിയ പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളൊന്ന് വേർപെട്ട് പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ പരിശുദ്ധാത്മാവിനെ വഴിയിൽ പതിയിരിക്കുന്ന സകല ദുഷ്ടശക്തികളിൽ നിന്ന് വിടിവിച്ച് നിന്റെ മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് വിശുദ്ധന്മാരുടെ സഭയിലും സംഘത്തിലും അവനെയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്തു കൊള്ളുമാറാകണമേ. ഇച്ചിയുടെ കാര്യമായിട്ടാണ് കേട്ടോ. ഇനി സെമിത്തേരി ചെന്നപ്പോഴാണ് സഹിക്കാൻ വയ്യാത്തൊരു സംഭവം നടന്നത്. അവിടെ അവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഞങ്ങളൊക്കെ ഈ അന്ധവിശ്വാസമൊക്കെ കഴിഞ്ഞേച്ച് വന്നവരായോണ്ടാണ് പറയുന്നത്. അവിടെ ഒടുവിലൊരു സംഭവം ചെയ്യുന്നുണ്ട്. കുപ്പിക്കകത്തുനിന്ന് ഇച്ചിരി എണ്ണ എടുത്തിട്ട് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിരിക്കുന്ന ഈ ദാസന്റെ പരമാത്മാവിനെ വഴിയിൽ പതിയിരുന്ന ആക്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് വഴുതി പോരേണ്ടതിന്. അപ്പൊ ഈ ആത്മാവിനെ കയറി ആരേലും പിടിച്ചാൽ ഇവനിങ്ങനെ വഴുതി പോരാൻ എണ്ണ ഒഴിച്ചു വിടുക. ഈ കണ്ട കാലത്തും ബോധമുണ്ട മനുഷ്യരാരെങ്കിലും, ബുദ്ധിമാന്മാർ ഒരുപാടുണ്ട്, ജ്ഞാനികൾ ഒരുപാടുണ്ടെന്നും MDHും BTHും MDയും PhD 6 ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ മണ്ടത്തരം പറഞ്ഞിട്ട് ഒരുത്തനും ചോദിച്ചില്ല, ആത്മാവ് ശരീരത്തിൻ്റെ തുണിയുടെ പുറത്ത് എണ്ണ ഓരി ഒഴിച്ചാൽ ആത്മാവ് എങ്ങനെ വഴുതിപ്പോരി വച്ചോന്ന്. ചിലർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നൽ വന്നപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ചാടിപ്പോന്നത്. അല്ലാതെ ഞങ്ങൾ സഭ ചാടി നടന്നിട്ടല്ലെന്ന്. മനസ്സിലായില്ലേ? ഞങ്ങൾ വചനത്തിൻ്റെ സത്യം അറിഞ്ഞവരാ. ഇന്ന് രാത്രി സത്യം അറിഞ്ഞിട്ടും നീ ഇന്നും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും പൗരോഹിത്യ ജാതീക ബന്ധനത്തിലും ഇന്ന് രാത്രി കുടുങ്ങി കഴിയുന്നെങ്കിൽ ഈ സത്യം നിന്നെ സ്വതന്ത്രമാക്കട്ടെ. മരണാനന്തരം നിങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും, നിങ്ങൾക്ക് വേണ്ടി ആരെന്തു ചെയ്താലും നിങ്ങളുടെ ആത്മാക്കൾക്ക് പ്രയോജനമില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടും. ജീവിച്ചിരിക്കുന്ന ഈ ആയുസ്സിലാണ് നിന്റെ നിത്യതയെക്കുറിച്ച് നീ തീരുമാനിക്കേണ്ടത്. ധനവാൻ മരിച്ചു, അടക്കമൊക്കെ കഴിഞ്ഞു. 6 കുർബാനയോ 3 കുർബാനയോ 7 കുർബാനയോ ഒക്കെ കഴിഞ്ഞാ പുള്ളി അടക്കിയ.
അത് കഴിഞ്ഞ് പുള്ളിയുടെ പേരിൽ 14-ാം ദിവസം ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി, 40-നും പ്രാർത്ഥന നടത്തി. പക്ഷെ ധനവാൻ ചെന്ന് കയറിയത് എവിടാന്നറിയാമോ? യാതനാ സ്ഥലത്ത്. വഴിയിലെ തടസ്സമൊക്കെ മാറ്റി അങ്ങ് വിശുദ്ധന്മാരുടെ സഭയിൽ സംഘത്തിൽ വലത്തുഭാഗത്ത് തന്നെ നിർത്തണമെന്ന് ഹൈ റെക്കമെൻഡേഷൻ ആയിരുന്നു. പക്ഷേ ആള് ചെന്നത് യാതനാ സ്ഥലത്ത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ആർക്കും വേണ്ടാത്ത രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഒരു സഹോദരന് വ്രണം വന്നു. വ്രണം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തള്ളിക്കളഞ്ഞു. അവസാനം ഒരു പുറംപോക്കിൽ ആർക്കും വേണ്ടാത്തവനായി കിടക്കുമ്പോഴും അവൻ്റെ അകത്തൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ ശരീരത്തിലെ കഷ്ടം സാരമില്ല, എൻ്റെ മന്മയമാകുന്ന ഈ ശരീരം ഒരു ദിവസം വിൺമയമായി മാറും. രോഗമുള്ള എൻ്റെ ഈ ശരീരം തേജസ്സുള്ള ഒരു ശരീരമായി മാറും. ഈ കഷ്ടം സാരമില്ല, ഈ വേദന സാരമില്ല, ഈ രോഗം സാരമില്ല. സ്തോത്രം. ഈ ധനവാൻ മരിച്ചപ്പോ പാട്ടുപാടിയവർ പാടി എന്നാന്നറിയാമോ? അതാ കേൾക്കേണ്ടത്. എന്നെ ഏതി രൽപ്പനായി ദൈവദൂതർ വരുന്നു. പക്ഷെ പാട്ട് പാടിയവർ അങ്ങനെ പാടിയെങ്കിലും പിശാചിൻ്റെ ആൾക്കാരാ വന്നത്. അതുകൊണ്ട് മരിച്ച ശേഷം ആരേലും കാശ് വാങ്ങിച്ചേച്ച് നിങ്ങൾക്ക് വേണ്ടി പാടിയിട്ട് ഗുണമൊന്നുമില്ല. ചെല്ലേണ്ടിടത്ത് ആൾ ചെന്നു. എന്നെ പാട്ട് പാടിക്കാണോന്നറിയാമോ? എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നെന്ന്. ഓ, എന്നാ പാട്ടായിരുന്നല്ലേ. 50,000 കൊണ്ട് അവർ പോയി. പക്ഷേ നമ്മുടെ ധനവാൻ ചെന്നത് യാതനാ സ്ഥലത്താ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് നല്ല പാട്ടുകാരെ വരുത്തി നല്ല പാട്ട് പാടിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കേണ്ട. അബദ്ധം പറ്റരുത്, അബദ്ധം പറ്റരുത്. പക്ഷെ ധനവാന്റെ അടക്കത്തിൽ പാടാൻ പോലും ആരുമില്ല, അടക്കാനും ആരുമില്ല. മുനിസിപ്പാലിറ്റിക്കാർ വന്ന കൂട്ടത്തിൽ എല്ലാം കൂടെ തൂത്തുവാരിയിട്ടുണ്ട് അവരങ്ങ് പോയി. സ്തോത്രം പറഞ്ഞില്ല. കൊണ്ടുപോയി. പക്ഷെ ആള് പർദീസയിലെത്തി. ശ്രദ്ധിച്ചു കേൾക്കണേ, ഇനിയുമാണ് സംഭവം നടക്കാൻ പോകുന്നത്. 2 പേരും 2 സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പാതാള പർദീസ, പാതാളം, അധമപാതാളം. ശ്രദ്ധിക്കണം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, പാതാളമുണ്ട്, അധമപാതാളമുണ്ട്. പഴയ നിയമത്തിൽ പാതാളത്തിലാണ് പർദീസ, അധമപാതാളത്തിലാണ് യാതനാസ്ഥലം. അപ്പം ധനവാൻ ചെന്നത് അധമപാതാളത്തിലാണെന്ന് അവൻ കൺകൾ ഏറിട്ട് പാരുന്ന, അല്ലേ? ആരും മിണ്ടുന്നില്ല തമിഴ് പറഞ്ഞിട്ട്. അവൻ്റെ കൺകളെ ഏറിട്ട് പാരി. അവൻ കൺകൾ ഉയർത്തി നോക്കി. അപ്പം മേളിലോട്ട് നോക്കിയെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അവൻ മുകളിലേക്ക് നോക്കി. അപ്പം മുകളിലാണ് പർദീസ. അവൻ താഴെ കിടന്ന പാതാള നരക യാതനാ സ്ഥലത്ത് പാതാളത്തിൽ, അധമപാതാളത്തിൽ കിടന്ന ധനവാൻ മുകളിലോട്ട് നോക്കി. നോക്കിയപ്പോ പാതാള പർദീസയിൽ അബ്രഹാം പിതാവിന്റെ മടിയിൽ ദരിദ്രനിരിക്കുന്നു. ഭയങ്കര അത്ഭുതമായി പോയി പുള്ളിക്ക്. ശ്രദ്ധിച്ചോ, ചില ആളുകളെ ഒന്നും ചിലർക്ക് ഇഷ്ടമല്ല, പുച്ഛമാ. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടോ ദരിദ്രൻ എവിടാ ചെന്നേന്ന്? അവൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ്റെ ശരീരം വ്രണം നിറഞ്ഞതായിരുന്നെങ്കിലും, അവനിവിടെ രോഗാതുരമായ ശരീരമായിരുന്നെങ്കിലും, ആരും അവനെ അംഗീകരിച്ചില്ലെങ്കിലും, വീട്ടുകാരും നാട്ടുകാരും എല്ലാം അവനെ തള്ളിയെങ്കിലും, അവൻ ജീവിച്ചിരുന്ന നാളുകളിൽ യേശുക്രിസ്തു തൻ്റെ പാപത്തിൻ്റെ പരിഹാരകനാണെന്ന് അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന വചനപ്രകാരം വിശ്വാസത്താൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് അവൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ അവൻ പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും വേർപെട്ടവൻ ആരാധിച്ച് അപ്പോസ്തോലിക ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് ജീവിച്ച ദരിദ്രൻ. ഇന്ന് രാത്രി സ്നേഹിത, ഈ ഭൂമിയിൽ നീ ഒരു ദരിദ്രനായിരിക്കാം, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരിക്കാം, നിന്റെ ശരീരം ബലഹീനമായിരിക്കാം, നീ ഒരു രോഗിയായിരിക്കാം, സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിലും ഇന്ന് രാത്രി ആത്മാവിന്റെ രക്ഷയാണ് വലുത്. ഈ രാത്രി യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി നീ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ, സ്നാനം ദൈവവചനത്തിന്റെ ഉപദേശമാണ്. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ. വിശ്വസിക്കാത്ത, എട്ടും പൊട്ടും തിരിയാത്ത മൊട്ടക്കൊച്ചിനെ മുക്കിയാലും വിശ്വസിക്കാത്ത കിളവനെ മുക്കിയാലും ഒരുപോലെ. സ്നാനത്തിന് പ്രായമല്ല വിഷയം,
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. ആമേൻ. അപ്പൊ എന്നോട് ഇന്നാൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ കൊച്ചുങ്ങളെ മുക്കുമോ? ഞാൻ പറഞ്ഞു, കൊച്ചുങ്ങളെ മുക്കും. ഇപ്പോൾ ഒരു കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരും ചോദിച്ചാൽ തരാനും ആരും ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ പറയാം, ഇവിടെ ഒരു കുഞ്ഞിരിപ്പുണ്ട് ആ കസേരയിൽ, ഇവിടുത്തെ പാസ്റ്ററുടെ കൊച്ചുമോള്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അവൾ കരയും, അതുകൊണ്ട് ഞാനിപ്പോൾ കൊണ്ടുവരുന്നില്ല. അവളെ ഞാൻ എടുത്ത് പിടിച്ചിട്ട് അവളോട് ചോദിക്കും, സ്നാനപ്പെടുത്താൻ പോവുക, അവളെ കണ്ടോണം, സ്നാനം കണ്ടില്ലേ കണ്ടോണം, വെള്ളത്തിൽ മുക്കാൻ പോവുക, ഇവിടെ സ്നാനക്കുളം ഉണ്ടെന്ന് തീരുമാനിക്കണം. അവളെ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അവളോട് ചോദിക്കും, 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിക്കുകയും 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമി എങ്ങും ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് പൊന്തിയോസ് പീലാത്തോസിനും നല്ല സ്വീകാര്യം കഴിച്ചവരും യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് 4 കോടതികൾ 5 പ്രാവശ്യം വിസ്തരിച്ചിട്ടും നീതിമാനെന്ന് വിധി കൽപ്പിക്കപ്പെട്ടിട്ടും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തെയും വഹിച്ചുകൊണ്ട് ഗദസമന മുതൽ ഗോൽഗോഥ വരെ പങ്കപ്പാടുകൾ സഹിച്ച് കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 നാടികൾ തൂങ്ങപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു പിതാവിന്റെ വലത്തു ഭാഗത്തേക്ക് കരേറിപ്പോയി തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഇന്നും പക്ഷപാതം അണയ്ക്കുകയും ചെയ്യുന്ന യേശു തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ എത്രയും താമസമന മടങ്ങി വരുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? അന്നേരം വല്യപ്പൻ അവിടെ നിന്നുകൊണ്ട് പറയുക, അവൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ കൊച്ചിനെ കയറ്റി വിട്ടേച്ച് വല്യപ്പനെ പിടിച്ച് ഞാൻ മുക്കും. കാരണം വല്യപ്പനാ വിശ്വസിച്ചത്, കൊച്ചല്ല. വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്താനാ വചനം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പ്രായമല്ല സ്നാനത്തിന്റെ അടയാളം, പ്രായമല്ല സ്നാനപ്പെടാനുള്ള തെളിവ്, പ്രായമല്ല അതിനുള്ള കണക്ക് കൂട്ടൽ. ആമേ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മുടെ പല ആളുകളും വിശ്വസിച്ച് പെരക്കാത്തിരിക്കുക, സ്നാനപ്പെടണോ വേണ്ടായോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചിലർ ആലോചിച്ച് അവസാനം സമയമാരഥം പാടുന്നവരെ ആലോചിക്കും. സഹോദര, സ്നാനം സത്യമാണെന്ന് എത്രയോ വർഷമായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ വായിച്ച വേദപുസ്തകം നിങ്ങളോട് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശു കാണിച്ച മാതൃക, യോർദാനിലെ വെള്ളത്തിലിറങ്ങി അവൻ മുങ്ങി സ്നാനമേറ്റു. അതല്ലേ വേദപുസ്തകത്തിന്റെ തെളിവ്. ഷണ്ണൻ സ്നാനമേറ്റു, ഇതാ വെള്ളം. സ്നാനമേൽക്കുവാൻ എനിക്കെന്ത് തടസ്സം? നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞ് ഇരുവരും വെള്ളത്തിലിറങ്ങി പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി അവർ കരയ്ക്ക് കയറിയെന്ന് നാം വായിക്കുന്നു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു ദേശനിവാസികളോട്, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരോട്, ഈ രാത്രി വരെ സത്യം അറിഞ്ഞിട്ടോ സത്യത്തെ പിൻപറ്റാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് യേശുക്രിസ്തുവിനോട് ചേരണം. ധനവാൻ അങ്ങനെ ചെയ്തില്ല. ധനവാനോട് സുവിശേഷമൊക്കെ പറഞ്ഞു കാണും, ദേവരാജൻ പാസ്റ്റർ സുവിശേഷമൊക്കെ പറഞ്ഞു കാണും. പുള്ളി ഇടയ്ക്ക് കൊണ്ടൊരു ട്രാക്റ്റും ഒക്കെ കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവരാജൻ പാസ്റ്റർ ട്രാക്റ്റ് കൊണ്ടാ കൊടുത്തു. അപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞ് ഇങ്ങോട്ട് കയറാൻ നോക്കിയല്ല, വലിയ വീട്ടിലെ അങ്ങോട്ട് കയറ്റിയല്ല, നമ്മളെ പാസ്റ്റർമാരെ കയറ്റിയ. അപ്പോൾ ദേവരാജൻ പാസ്റ്റർ പറഞ്ഞ് ട്രാക്റ്റ്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടോ ചോദ്യം. അപ്പം നമ്മുടെ ധനവാൻ പറഞ്ഞ എന്നാന്നറിയാമോ? എടേ, ഇതൊക്കെ വയറ്റിപ്പഴപ്പിനുള്ളൊരു മാർഗമാണ്. ഉപദേശിമാർക്കൊക്കെ അവനൊരു 10-50 കൊടുത്ത് വിടെ, അങ്ങ് ജീവിച്ചോട്ടെ. പക്ഷേ ഞങ്ങളുടെ ധനവാൻ ചെന്നത് എവിടാന്നറിയാമോ? തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ. ചാകാത്ത പുഴുവും കെടാത്ത തീയും. പിന്നെ അവിടെ ഒരു ഗുണമുണ്ട്, മെത്തയുണ്ട്, പുതപ്പുമുണ്ട്. പുഴു മെത്തയും കൃമി പുതപ്പും രണ്ടും അവിടെ കിട്ടുമെന്നുള്ളതിൽ ഇവിടെ പുതപ്പും മെത്തയും കിട്ടാത്തൊരു വിഷമിക്കേണ്ട. യാതനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഡൺലപ്പ് മെത്തയാണ്. വലിയ മൃഗത്തിൻ്റെ അത്രയും വലിപ്പമുള്ള പുഴുക്കൾ ഇങ്ങനെ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൺലപ്പിൽ കിടക്കുന്ന പോലെ തോന്നും. തണുപ്പുണ്ട്, ചൂട് കൂടുതലാണ്, കൃമി പുതപ്പിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ധനവാൻ ഇപ്പോഴാണ് നരകത്തെക്കുറിച്ച് മനസ്സിലായത്.
ധനവാൻ അവിടെ കിടന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ പാട്ടുകാർക്കറിയാം, ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പാടുക. നരകവാസം ഇതിങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ, നരകവാസം ഇതിങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. ഇപ്പോഴാ നമ്മുടെ ധനവാന് പണ്ടത്തെ പരസ്യയോഗത്തിന്റെ പാട്ട് ഓർമ്മ വന്നത്. ആമേൻ. ഉലകമാകുന്ന അഴക് സമം ഇന്നലെ നമ്മൾ പാടിയില്ലേ? ആമേ, അത് നമ്പാതെ ആമേൻ. ഒരു ദിവസം മരണം ഒരു നാൾ നിന്റെ വീട്ടിലടുത്ത് വരും, നിന്നെ തേടി വരുമ്പോ മറക്കാതെ നീ രക്ഷകനെ. ആമേ, അന്ന് പാടിയപ്പം പുള്ളി പറഞ്ഞു നരകമോ? എടേ, ഇവിടെ കാശുള്ളവന് സ്വർഗമാടേ, കാശില്ലാത്തവന് നരകമാടേ, മരണത്തിനപ്പുറത്തൊരു സ്ഥലമുണ്ടോടെ എന്നൊക്കെ ചോദിച്ച പുള്ളി ഇപ്പൊ അവിടെ കിടന്നുകൊണ്ട് പാട്ടെഴുതി ഇങ്ങോട്ട് അയച്ചു കമ്പോസ് ചെയ്യാൻ. തീജ്വാലയാൽ എൻ്റെ നാവു വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ. ഓ ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ധനവാൻ ഏതെല്ലാം വെറൈറ്റി വെള്ളം കുടിച്ചെന്നറിയാമോ? ഞങ്ങളുടെ കേരള ഗവൺമെന്റ് ഇന്നലെ ഒരു പുതിയ ബ്രാൻഡ് ഇറക്കി, മിസ്റ്റർ ബ്രാൻഡ്. ഭയങ്കര ബ്രാൻഡ് ഇറക്കിയിരിക്കുക. സ്വോത്രം. 50 ബാറേ ഉള്ളായിരുന്നു ഭരണം ഏറ്റെടുക്കുമ്പോൾ 10 കൊല്ലം മുമ്പ്. ഇപ്പം 800 ബാറായി. നമ്മളെ ഇങ്ങനെ വെള്ളം കുട്ടിപ്പിച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം പറഞ്ഞില്ലെന്നല്ലേ? അമേൻ. അങ്ങനെ വെറൈറ്റി മിണ്ടുന്നില്ല. മലബാർ മിസ്റ്ററി വരെ കുടിച്ച പുള്ളിയാണ് നമ്മുടെ ധനവാൻ. ചിലർ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകുന്നത് തന്നെ 3x റൈമിലാണ്. വൈകിട്ട് കിടക്കാൻ പോകുന്നുണ്ടേ. ഇവര് പല നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മൂലവെട്ടി, ആനമയക്കി, അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കുടിച്ചിട്ട് ചില പുള്ളികൾ വരുന്ന വരവ് കണ്ടിട്ടുണ്ടോ? വരുവാ മിണ്ടുന്നില്ല, കണ്ടോ? ഇപ്പൊ പുള്ളിക്കാരൻ കുടിക്കുന്ന പുള്ളിയോടാ എൻ്റെ ചോദ്യം. ഡേയ്, ഇപ്പൊ കുടിച്ചോ? അവസാനം ഒരു തുള്ളി വെള്ളത്തിന് നീ കയ്യും കാലും വിട്ടടിക്കും. ഇപ്പൊ ധനവാൻ പറയുന്നു, തീജ്വാലയാൽ എൻ്റെ നാവു വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ. കണ്ടോ? ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ധനവാൻ കെഞ്ചുകയാണ്. നരകത്തിനകത്ത്, തീജ്വാലയ്ക്കകത്ത് കിടന്ന് പുളയുന്ന ധനവാൻ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി കെഞ്ചിക്കേഴുകയാണ്. കൊടുക്കാൻ ആരുമില്ല. അതിനൊരു അവസാനം അവൻ പറയുകയാ, അബ്രഹാം പിതാവേ, അവിടുത്തെ മടിയിലിരിക്കുന്ന ദരിദ്രനായ ആ ലാസറിന്റെ വിരല് വെള്ളത്തിലൊന്ന് മുക്കിയച്ച്, നിങ്ങളൊന്ന് ആലോചിച്ചേ, വെള്ളത്തിന്റെ വില അറിയണമെങ്കിൽ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലൊന്ന് മുക്കിയച്ച് സ്വർഗത്തിൽ പർദീസയിൽ നിന്ന് തീജ്വാലയ്ക്കകത്ത് കിടക്കുന്നവന്റെ നാക്കെ തൊടാൻ വന്നാൽ എന്നാ കിട്ടും? വിരല് കിട്ടും. വെള്ളം കിട്ടുമോ? തീജ്വാലയ്ക്കകത്തോട്ട് വന്നാൽ ഇത് ആവിയായി പോവുകയല്ലേ. അപ്പൊ വെള്ളത്തിന്റെ വില മനസ്സിലായോ? ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. നിത്യജീവന്റെ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കാത്ത നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായ യേശുക്രിസ്തുവിനെ കുടിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ധനവാൻ മരിച്ചടക്കപ്പെട്ടു. ദരിദ്രനെ അടക്കാൻ ആരും ഉണ്ടായില്ല. ശ്രദ്ധിച്ചോ ദൈവമക്കളെ, രണ്ടുപേരും 2 സ്ഥലത്തേക്ക് പോകുകയാ. സ്നേഹിത, ഇന്ന് രാത്രി 2 അല്ലാതെ മൂന്നാമതൊരു സ്ഥലമില്ല. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച്, യേശുക്രിസ്തുവിനെ അംഗീകരിച്ച്, യേശുക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് യേശുക്രിസ്തുവിൽ മരിച്ചാൽ, നീ മരിക്കുമ്പോൾ നിന്റെ ആത്മാവ് പറുദീസായിലേക്ക് ദൈവദൂതന്മാർ കൊണ്ടുപോകും. ആമേൻ. അല്ല, യേശുവില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ നീ യാതന സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഈ 2 സ്ഥലമല്ലാതെ മൂന്നാമത് ഒരു സ്ഥലം അവിടെ ഇല്ല. ശ്രദ്ധിക്കണം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ മരിച്ചുപോയവർ എപ്പോഴാണ് പുറത്തു വരുന്നത്? അതിനൊരു സംവിധാനമുണ്ട് പ്രിയരെ. വിശുദ്ധ വേദപുസ്തകത്തിൽ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ
മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം ഒരുമിച്ച് ആമേ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. തമിഴിലൊന്ന് വായിക്കൂ. ஏனென்றால் கர்த்தர் தாமே ஆரவாரத்தோடும் பிரதான துதனுடைய சத்தத்தோடும் தேவ எக்காலத்தோடும் வானத்திலிருந்து இறங்கி வருவார். அப்பொழுது கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள். பின்பு உயிரோடிருக்கும் நாமும் கர்த்தருக்கு எதிர்கொண்டு போக மேகங்கள் மேல் அவர்களோடு கூட ஆகாயத்தில் எடுத்துக்கொள்ளப்பட்டு இவ்விதமாய் எப்பொழுதும் கர்த்தருடனே கூட இருப்போம். ആകയാൽ இந்த വാർത്തകളിനാലേ നിങ്ങൾ ഒരുവരെ ഒരുവർ തേറ്റുങ്ങൾ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധിക്കണം. വാക്യമൊക്കെ ധാരാളം നമ്മൾ വായിച്ച് കേൾക്കുന്നവരാ. കർത്താവുതൻ, ഈ 3 ശബ്ദം കേട്ടോ. കർത്താവുതൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ചെറിയ പ്രായത്തിലെ ഞാൻ ഈ വാക്യമൊക്കെ വായിച്ച് പാസ്റ്റർമാർ പ്രസംഗിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പം ഈ സൈറൻ അടിക്കുന്ന പോലൊരു ശബ്ദം, ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെല്ലാം കൂടി ഇങ്ങനെ പോകുന്നായിരുന്നു. പിന്നെ ആ വചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ 3 ശബ്ദങ്ങളും കൽപ്പനാ ശബ്ദമാണ്. കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത് എന്താണെന്നറിയണ്ടേ? മരിച്ച വൃതന്മാർ ജീവിക്കും, മണ്ണിൽ ഉറങ്ങുന്നവരെ ഉയർത്തെഴുന്നേൽക്കുവീൻ, മരിച്ചവരെ തിരികെ വരുവീനെന്ന് ഞാൻ നിങ്ങളോട് അരുളി ചെയ്യുന്നു. ഇതാ സംഭവം, അല്ലാതെ ഊന്നല്ല. ഹലോ, രണ്ടിരുന്ന് ഉറങ്ങുന്ന ആൾക്കാർ ഉറങ്ങാതിരിക്കാൻ എഴുന്നേൽപ്പിക്കണമെന്ന് എന്നോട് പറയും. സമയം കിട്ടുന്നില്ല എഴുന്നേൽപ്പിക്കാൻ. ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ, നരകത്തിലോട്ട് പോകാനുള്ള ഉറക്കമല്ലേ. ആമേ, സ്വർഗത്തിൽ പോകുന്നവർ ഉണർന്നിരുന്ന് കേക്ക്. കാഹള ശബ്ദമെന്ന് പറഞ്ഞാൽ ഊഹാപോഹമല്ല, സൈറനടിക്കുന്ന പോലെ ശബ്ദമല്ല. എൻ്റെ വൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേക്കും, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് വിളിച്ചു പറയുമ്പോൾ കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും, ജീവിച്ചിരിക്കുന്നവർ അവന്റെ ശബ്ദം കേൾക്കും. ആര് കേൾക്കും? അതാ പ്രശ്നം. അടുത്തത് കേൾക്കേണ്ട കാര്യമാണ്. നമ്മുടെ ആളുകളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദരി സ്നാനപ്പെട്ടതാണല്ലോ, ബ്രദർ സ്നാനപ്പെടുന്നില്ലയോ എന്ന് ചോദിച്ചപ്പം പറയുക, അവള് പോകുമ്പോൾ അവിടെ കാലെ പിടിച്ച് ഞാനും അങ്ങ് പൊക്കോളാവുന്നു. നല്ല മിടുക്കന്മാരുണ്ട് ഈ നാട്ടിലും കേട്ടോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഭാര്യ കാഹളം കേട്ട് പൊങ്ങിപ്പോകുമ്പോൾ അവിടെ കാലെ പിടിച്ച് ഞാൻ പൊക്കോളാവുന്നു. പക്ഷേ കാഹളം എല്ലാവരും കേൾക്കുകയല്ല. ഒന്ന് ഉണർന്നിരുന്ന് കേൾക്കണേ, കാര്യം പറയാൻ പോവാ. മക്കളുമാർ കേട്ടോണേ, എല്ലാവരും കേൾക്കുകയല്ല. ഞാൻ പറയാൻ പോവാ, അതിനൊരു തെളിവ് പറയാൻ പോവാ, രസകരമായൊരു തെളിവ്. കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഒരു സന്തോഷമില്ല. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. പശു അറിയാമോ? തമിഴിൽ പശു തന്നെയല്ലേ? അപ്പോൾ പശുവിനെ കറന്ന് പാല് കൊടുക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുമായിരുന്നു. 3 പശുക്കളുണ്ടായിരുന്നു. എല്ലാം എൻ്റെ പ്രായമാകുന്നവരെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം പശുക്കളാണ്. അപ്പോൾ പശുവിൻ്റെ പാല് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ പാലും കൊണ്ട് പോകുന്നു, ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ പട്ടാളക്കാരൻ്റെ ഫ്രണ്ട് ഹോളിനകത്തുനിന്ന് ഒരു പെട്ടിക്കകത്തുനിന്ന് ഒരു ശബ്ദം. 6ാം ക്ലാസ്സിൽ പഠിക്കുക പാസ്റ്റേ. അപ്പോൾ പെട്ടിക്കകത്തുനിന്ന് ശബ്ദം എന്നാന്നറിയണ്ടേ? ആകാശവാണി തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ മോസ്കോ സന്ദർശിക്കുകയാണ്. ആന്ധ്രയുടെ വടക്കൻ പടിഞ്ഞാറൻ ജില്ലകളിൽ വീശിയടിച്ച കാറ്റിൽ 200-ലധികം ആളുകളെ കാണാതായതായി സംശയിക്കപ്പെടുന്നു. മീൻപിടുത്തത്തിന് പോകുന്നവർക്ക് പ്രത്യേക മുന്നറിയിപ്പുകളുണ്ട്. ഒരാഴ്ചത്തേക്ക് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. വാർത്തകൾ വിശദമായി. അപ്പം ഞാൻ ഈ പെട്ടിക്കകത്തോട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ആ പട്ടാളക്കാരൻ വന്ന് എന്നോട് ചോദിച്ചു, എന്നാ യോൺസാ പെട്ടിക്കകത്തോട്ട് നോക്കിയിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അല്ല, ഈ പെട്ടിക്കകത്ത് ആരാണ്ട് വർത്താനം പറയുന്നെന്ന് പറഞ്ഞു. അത്രയും അറിവേ അന്നുള്ളൂ, ഇന്നും അറിവ് കുറവാ കുഞ്ഞേ. പെട്ടിക്കകത്തിരുന്ന് ആരാണ്ട് വർത്താനം പറയുന്നത് എനിക്ക് തോന്നിയതാ. അന്നത്തെ ആദ്യത്തെ റേഡിയോ ഞാൻ കണ്ട് മർഫി എന്നും പറഞ്ഞു റേഡിയോയാ. ഈ പട്ടാളക്കാരുടെ വീട്ടിൽ 10,000 പോലെ ഇരിക്കുന്ന റേഡിയോയാ. അതിനകത്തുനിന്ന് ഈ ശബ്ദം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ആകാശവാണി സംപ്രേഷണം ചെയ്യുന്ന വാർത്താ തരംഗങ്ങൾ എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെയുമാണ് പോകുന്നത്. പക്ഷേ ആ വാർത്താ തരംഗങ്ങളെ പിടിച്ചെടുത്ത് എന്നെ കേൾപ്പിക്കുന്ന ട്രാൻസ്മിറ്റർ സംവിധാനം എൻ്റെ വീട്ടിനകത്തില്ല. ആരാ കാഹളം കേൾക്കുന്നതെന്ന് മനസ്സിലായോ? ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മാത്രമേ ആ കാഹളനാദത്തിന്റെ ശബ്ദം കേൾക്കുകയുള്ളൂ.
അല്ലാത്തവരാരും ആ ശബ്ദം കേൾക്കുകയില്ല. ഇന്ന് രാത്രി സ്നേഹിത, കൈവിടപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്, ചതിക്കപ്പെട്ടു പോകരുത്. ഈ ദിവസങ്ങൾ ഒന്നിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ ഇറങ്ങി വരൂ. പാമേ, കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കോ, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. പ്രധാന ദൂതന്റെ ശബ്ദം എന്താണ്? ഉയർപ്പിൻ ശരീരികളായി ഉയർത്തെഴുന്നേറ്റ് ആയാറിലേക്ക് കടന്നു പോകുന്ന സഭയാം മണവാട്ടിയെ വഴിയിൽ ആമേൻ ലൂസിഫറും അവന്റെ കൂട്ടരും തടയും. ആകാശമണ്ഡലമാണ് അവന്റെ ചെക്ക് പോസ്റ്റ്. അവന്റെ ചെക്ക് പോസ്റ്റിൽ ദൈവസഭയെ തടയുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ തന്റെ സൈന്യത്തിന് കൽപ്പന കൊടുക്കുകയാണ്, യുദ്ധത്തിന് പുറപ്പെടുവീൻ. തന്റെ സഭയാകുന്ന മണവാട്ടിയെ തടയാൻ ശ്രമിക്കുന്ന ആകാശമണ്ഡലത്തിലെ അന്ധകാര പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്തു സഭയാകുന്ന മണവാട്ടിയെ മണവാളന്റെ അടുക്കലേക്ക് എത്തിക്കാൻ പ്രധാന ദൂതൻ സംസാരിക്കുന്നു. ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ഇരു കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിലല്ല മരിച്ചതെങ്കിൽ 1007 വർഷം കഴിയാതെ അവർ അനങ്ങുകയില്ല. ഇന്ന് രാത്രി ഒരു നിമിഷം കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്നേഹിത, ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ ആത്മാവിൻ്റെ നിത്യത എവിടെ? ഒരു മനുഷ്യൻ്റെയും ആത്മാക്കൾക്ക് മരണമില്ല. മരണമെന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തുനിന്ന് വേർപെടുന്നതാണ്. രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യശിക്ഷാവധി എന്ന നാശത്തിലേക്ക് പോകേണ്ടി വരുന്നതിനെ രണ്ടാം മരണമെന്നാണ് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നീ കർത്താവിൻ്റെ കാഹളം കേട്ടാൽ ഇന്ന് രാത്രി പോകാൻ തയ്യാറാണോ? ആമേൻ. ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയാണ്? ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഡൽഹിക്ക് പോകാനായിട്ട് ഒരാൾ റിസർവേഷൻ ചെയ്തു. ഡൽഹിക്ക് പോകാൻ എന്തോ വേണം? റിസർവേഷൻ ചെയ്തു. അപ്പോൾ ഡൽഹി പോകുന്ന ദിവസം നമുക്കറിയാം, ഒരാളെ പോകുന്നുള്ളതിനും കൂടെ ഒരു 9 പേരങ്ങ് പോകും. നമ്മുടെ ഇവരുടെ വണ്ടിയിലോട്ട് ഇടിച്ച് കയറുന്ന കണ്ട എല്ലാവരും ഡൽഹിക്ക് പോകാനാന്ന് തോന്നിപ്പോവും. അപ്പോൾ ഒരു വണ്ടി നിറച്ച ആൾ കയറിയപ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പോകുന്ന കണ്ടപ്പോൾ അമ്മ പതുക്കെ ഇറങ്ങി വന്ന് പറഞ്ഞു, പിന്നെ എല്ലാവരും പോവാണ്, ഞാനിവിടെ വരുന്നിടെ ഡൽഹിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം മൂത്ത മോൻ പറഞ്ഞു, അമ്മ എല്ലാവരും ഡൽഹിക്ക് പോകുന്നില്ല, പിന്നെ എല്ലാവരും കൂടെ എങ്ങോട്ടാടേ പോകുന്നേ? ഞാനും വരുന്നടേ. അപ്പം അമ്മയും കൂടെ കയറി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പം അമ്മ മൂത്ത മോനോട് പറഞ്ഞിടേ ടിക്കറ്റ് എടുക്കണ്ടേ? അമ്മ മേളിലോട്ട് നടന്നു, ഞാൻ ടിക്കറ്റ് എടുത്തോണ്ട് വരാം. അമ്മയുടെ ചിന്ത ഡൽഹിക്ക് പോകാൻ ടിക്കറ്റാണെന്നാ. ഡൽഹിക്ക് പോകണേ റിസർവേഷൻ വേണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തെന്നുള്ള ചിന്ത ഇരിക്കുക. അപ്പം ട്രെയിൻ വരാൻ പോവുക. മക്കളുമാരെ, ട്രെയിൻ വരാൻ പോവുക. അതിനിടയ്ക്ക് പാളത്തിലൊന്നും എടുത്ത് ചാടിക്കളയരുത്. സ്വത്രം. അപ്പോൾ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. കന്യാകുമാരിയിൽ നിന്നും ന്യൂഡൽഹിക്ക് പോകുന്ന 126 കേരള എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു ചേരുന്നതാണ്. यात्रियों के निवेदन है, कन्याकुमारी से दिल्ली तक जाने वाली 126 केरला एक्सप्रेस थोड़ी ही देर में 2 नंबर में प्लेटफॉर्म में आ रही है. पैसेंजर्स अटेंशन प्लीज. गाड़ी ट्रेन नंबर 12626 केरला एक्सप्रेस अराइविंग शॉर्टली प्लेटफॉर्म नंबर 2. എല്ലാവരും കെട്ടും പാണ്ടും ചക്കയും ചക്കക്കുരു തേങ്ങായും ചമ്മന്തി ആമയും അച്ചാറും ഉപ്പേരിയും പെട്ടി എല്ലാം ഇടത്തിങ്ങനെ റെഡിയായി 9 പേര് നിൽക്കുക. ഒറ്റയാൾക്കേ റിസർവേഷൻ ഉള്ളൂ, 8 പേര് കൂടെ പോകാൻ നിൽക്കുക. രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. കന്യാകുമാരിയിൽ നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞു തീർന്നു. വണ്ടി വന്ന് നിന്നു. ഇവരെ നേരത്തെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ട്രെയിൻ വരുന്നതൊക്കെ ഒന്ന് കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി, ട്രെയിൻ വന്ന് നിൽക്കുക. അപ്പോൾ എല്ലാവരും കൂടെ കെട്ടും പാണ്ടും എടുത്തുകൊണ്ട് കയറി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് കൂടെ കേട്ടു. കന്യാകുമാരിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുകയാണ്. ഒരു ഹോണൊക്കെ അടിച്ചപ്പോൾ
കൂടെ നിന്ന് എല്ലാവരും ഇറങ്ങ ട്രെയിൻ പോകുന്ന ഇറങ്ങാൻ. ഞങ്ങളുടെ അമ്മ ഇറങ്ങുന്ന ലക്ഷണമില്ല. അമ്മ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ ഡൽഹിക്ക് പോവാ, അമ്മ ഇറങ്ങാൻ. അപ്പൊ ടിറ്റിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരു ആശ്വാസമായി. സാറേ മോനെ ഇങ്ങ് വന്നേ. എന്നാ അമ്മേ? മോനെ ഡൽഹിക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ ഞാൻ ഇവനോട് പറഞ്ഞ, അവൻ ടിക്കറ്റ് എടുത്തെന്നും പറഞ്ഞു. ഞാൻ ട്രെയിനിലും കയറിയതാ. എന്നിട്ട് ട്രെയിൻ പോകാൻ നേരത്തെ അവൻ പറയാ വെളിയിലിറങ്ങാൻ. എന്തൊരു കുഴപ്പമാ മക്കളെ, ഇവൻ്റെ ഇരിക്കുന്ന ടിക്കറ്റ് എന്നാന്നൊന്ന് നോക്ക് മക്കളെ എന്ന് പറഞ്ഞു. അമ്മ ബഹളം ഉണ്ടാക്കാതെ നോക്കട്ടെ, ഡൽഹിക്ക് പോകാനാന്നോ അമ്മ വന്നേ? പിന്നെ കൊച്ചുമോള് പോകുന്ന കൂട്ടത്തിൽ എനിക്കും ഡൽഹിക്ക് പോകാനല്ലേ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞേ, ഇവൻ എടുത്തൊന്നും പറഞ്ഞില്ലേ. ആ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ, ടിക്കറ്റ് കാണിച്ചേ. അമ്മേ ഇത് ഡൽഹിക്ക് പോകുന്ന ടിക്കറ്റ് അല്ലമ്മേ, ഡൽഹിക്ക് പോകുന്നവരെ വിടാൻ പ്ലാറ്റ്ഫോമിൽ വരെ വരാനുള്ള ടിക്കറ്റേ ഉള്ളൂ. നാട്ടുകാർ കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലർ ഉറങ്ങിപ്പോയെന്നാ തോന്നുന്നേ. കയ്യിലിരിക്കുന്ന ടിക്കറ്റ് എന്നാന്ന് കണ്ട് നിവാസികളോടും നീ പാട്ടുപാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, സ്വോത്രം പറയുന്നുണ്ട്, സ്വോത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി കാഹളത്തിന്റെ ശബ്ദം കേട്ടാൽ നീ യേശു ക്രിസ്തുവിന്റെ വചനമനുസരിച്ച്, അവന്റെ കൽപ്പന അനുസരിച്ച്, അവന്റെ വരവിന് വേണ്ടി ഇന്ന് രാത്രി വരെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശുവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. അല്ല താമസിച്ചാൽ നാം ഓരോരുത്തർ ഒറ്റ ദിവസങ്ങളിൽ ഇവിടം വിട്ടു പോകേണ്ടി വരും. അങ്ങനെ വന്നാൽ നിങ്ങൾ മരിച്ചാൽ വീണ്ടും ജീവിക്കും. ജീവിച്ചാൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഒന്നുകിൽ യേശുവിനോട് കൂടെ, അവനോട് കൂടെ ജീവിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരും എന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കൂ, സകല ആളുകളും ചിന്തിക്കണം. ഇന്ന് രാത്രി ഈ ദിവസങ്ങളിൽ എൻ്റെ മരണം സംഭവിച്ചാൽ, എൻ്റെ മരണത്തിനപ്പുറത്ത് എൻ്റെ ജീവിതം എവിടെയായിരിക്കും? ഒരിക്കൽ മരിക്കുക. ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു, അതാർക്കും മാറ്റാൻ കഴിയുകയില്ല. ഒരു ദിവസം ന്യായാസനത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. ഇന്ന് രാത്രി ഇവിടെ കേട്ട വചനം ഈ ആകാശമണ്ഡലം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കേട്ടിട്ടില്ലെന്ന് നീ പറഞ്ഞാൽ ഈ പ്രസംഗം ഒരു ദിവസം നീ അവിടെ കേൾക്കും, അന്ന് ദൈവം കേൾപ്പിക്കും. കേട്ടില്ലെന്ന് പറയാൻ കഴിയുകയില്ല. സ്നേഹിത, വഞ്ചിക്കപ്പെടരുത്. ഇന്ന് രാത്രി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് ദാനം പ്രാപിച്ച് അപ്പോസ്തോലിക ഉപദേശം കേട്ട് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേൽക്കാം. ആരും പോകരുത് ദയവായി. പ്രിയപ്പെട്ടവരെ, ഈ യോഗം വെറുതെ ഒരു യോഗം വെച്ചതല്ല. ധാരാളം പണമുള്ളത് കൊണ്ട് ആ പണം ചെലവഴിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രോഗ്രാം അല്ല. ഈ ദേശത്ത് ഈ സത്യം ജനം അറിയണമെന്നും സത്യത്താൽ അവർ സ്വതന്ത്രമാക്കപ്പെടണമെന്നും യേശുവിന്റെ വരവിന് മുൻപായി ചിലർക്കൂടെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സത്യം അറിയണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സുവിശേഷ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി അവൻ മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, അവൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ആ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കേട്ടെങ്കിൽ, ഇന്ന് രാത്രി ഗ്രൗണ്ടിലുള്ളവർ, ഇതിന് പുറത്ത് എവിടെയൊക്കെയോ ആളുകൾ ഇന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെ എനിക്ക് കാണാൻ കഴിയുകയില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ദൈവത്തിന്റെ മുൻപാകെ ഇന്നൊരു തീരുമാനമെടുക്കാൻ എത്ര പേരുണ്ട്? ഈ ദിവസങ്ങളിൽ ഒന്നിൽ എന്റെ മരണമോ യേശുവിന്റെ വരവോ സംഭവിക്കും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കുകയാണ്. ദൈവവചനത്തിന്റെ സത്യം നാളുകളായി ഞാൻ കേട്ടതാണ്. രക്ഷിക്കപ്പെടുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവൻ, വീണ്ടും ജനിച്ചവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണമെന്ന്, അവൻ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിന് സത്യത്തിനും ആരാധിക്കണമെന്ന്, അപ്പോസ്തലിക ഉപദേശം കേൾക്കണമെന്ന്, കൂട്ടായ്മ ആചരിക്കണമെന്ന്, അപ്പം നുറുക്ക് അനുഭവിക്കണമെന്ന്, പ്രാർത്ഥനാ ജീവിതം നയിക്കണമെന്ന് ദൈവവചനത്തിന്റെ ഉപദേശമാണ്.
ഇന്ന് രാത്രി ആ വചനത്തിന്റെ സത്യം അനുസരിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇത് നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഞാൻ ഇന്ന് രാത്രി ഒരു സത്യം അറിഞ്ഞിരിക്കുന്നു. എത്രയോ നാളുകളായി ഈ സത്യം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നെന്ന് പറയാൻ ഈ ഗ്രൗണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരം ഒന്ന് ഉയർത്തിപ്പിടിക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഗ്രൗണ്ടിന് വെളിയിൽ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ ഒന്നിൽ ദൈവവചനം അനുസരിക്കാൻ, ദൈവവചനത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുവാൻ പോകുകയാണ്. അപ്രത്യാശയുള്ള ദൈവമക്കൾ, ഇന്ന് രാത്രി ആരും മൗനമായി നിൽക്കരുത്. ചെറിയവരും വലിയവരും കുഞ്ഞുങ്ങളും എല്ലാവരും കരങ്ങൾ തട്ടി ശക്തിയോട് ആത്മനിറവോട് ഈ പ്രത്യാശയുടെ ഗാനം പാടി ദൈവത്തെ ആരാധിച്ച് നമ്മുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.